വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവിൻ്റെ ജീവിതത്തിലും നൽകി തന്ന നല്ല സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സൂം മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസിയോടും കുടുംബത്തോടും എൻ്റെ ശുശ്രൂഷയോടുമുള്ള നന്ദിയെ കർത്താവിൻ്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇതിനു മുമ്പ് പല മീറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബിന്ദു സിസ്റ്ററും എൻ്റെ അകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പലരും മുമ്പ് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടിയിരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ആരാധന കർത്താവ് നമുക്ക് നൽകി തന്നു. ഒരു പഴയകാല ഒരു അനുഭവം പോലെ കീബോർഡൊന്നും ഇല്ലാതെ ഞാനും വർഷിപ്പൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കീബോർഡും ഡ്രംസും എല്ലാം കൂടെ ഒക്കെ വെച്ചാൽ ചെയ്യുന്നത്. ഇത് കൈയടിച്ച് പാട്ട് പാടിയപ്പോൾ ഞാനിപ്പം നാട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞാൻ തിരിച്ചെത്തിയത്. ആ ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ആ കുടുംബത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കണം. കാരണം നമ്മിൽ രൂപാന്തരം വരുത്തുവാൻ, നമ്മെ വിടുവിപ്പാൻ, നമ്മെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവജനത്തെ ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദാസി എനിക്ക് 1 മണിക്കൂർ സമയമാണ് തന്നിരിക്കുന്നത്. അതിനകത്ത് തന്നെ നിർത്തുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്കിവിടെ ഫാസ്റ്റിംഗ് പ്രെയറാണ്. ഇവിടെ രാവിലെയാണ് ഞാൻ നിൽക്കുന്ന രാജ്യത്ത്. ഞങ്ങൾക്കും മാസാവസാനത്തിൻ്റെ ഫാസ്റ്റിംഗ് പ്രെയറാണ്. ചർച്ചിൽ പോകേണ്ടതായിട്ടുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സന്തോഷമുള്ള ദൈവജനമൊക്കെ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഞാൻ പ്രസംഗിക്കുന്ന വേദികളിലൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട്. എന്നിൽ നിന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ദൂത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, മാനുഷികമാകുന്ന വാക്കുകൾക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയാത്തതിനെ ദൈവത്തിൻ്റെ വചനത്തിന് വ്യത്യാസം വരുത്തുവാൻ കഴിയും. അതുകൊണ്ട് മുൻതൂക്കവും പ്രാധാന്യവും പ്രയോറിറ്റിയും നാം കൊടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിനാണ്. 2 തീമോഥെയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. എൻ്റെ പ്രസംഗ വിഷയം അതല്ലെങ്കിലും അതിലേക്ക് ഞാൻ കടന്നു വരാം. അവിടെ പറയുകയാണ്, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യന് സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. നോക്കുക, ഇതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ഇത് ആർക്കു വേണ്ടിയുള്ളതാണ്? ഇത് ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് വചനത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് ദൈവത്തിൻ്റെ ശ്വാസമാണ്, ഇത് ദൈവത്തിൻ്റെ ബ്രത്താണ്, ദ ബ്രത്ത് ഓഫ് ഗാഡ്. ഇത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് എവിടെയൊക്കെ പുറപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ജീവൻ വ്യാപരിപ്പാനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തിയിലും അത് തന്നെ സംഭവിച്ചത്. ദൈവത്തിൻ്റെ ശ്വാസം ആദമിൻ്റെ മേൽ കടന്നു വന്നു, ആദമിൻ്റെ മേൽ ജീവൻ വ്യാപരിപ്പാനിടയായി തീർന്നു. പുതിയ നിയമസഭയുടെ ഉളവാക്കൽ അല്ലെങ്കിൽ ആ ക്രിയേഷനിലും കൂട്ടമായിരുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ നടുവിൽ ഒരു കാറ്റടിച്ചു, അവിടെ ജീവൻ വ്യാപരിപ്പാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മേൽ കടന്നു വന്നാൽ എന്നിൽ ജീവിക്കേണ്ടതും ചലിക്കേണ്ടതുമൊക്കെ ചലിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, ഒത്തിരി പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ട്, ഒത്തിരി നാം പ്രസംഗിക്കാറുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി യൂട്യൂബുകളിൽ നാം കേൾക്കാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ പ്രസംഗം എനിക്ക് പ്രയോജനമുള്ളതാണോ അല്ലയോ എന്ന് നാം തിരിച്ചറിയുന്നത്? 4 കാര്യങ്ങളാണ് ഒരു പ്രസംഗത്തിൽ നടക്കേണ്ടത്. 4 കാര്യങ്ങളാണ് ഒരു പ്രസംഗത്തിൽ നടക്കേണ്ടത്. ഒന്നാമത്, അതിനകത്തൊരു ഉപദേശമുണ്ടായിരിക്കണം. ദർ ഷുഡ് ബി ഡോക്ട്രിൻ ഇൻ എവ്രി സെർമൺ. ഉപദേശമില്ലാത്ത പ്രസംഗങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. യേശുക്രിസ്തുവിൻ്റെ എല്ലാ പ്രസംഗങ്ങളും നോക്കിക്കേ. ഭൂമിയിൽ നാം വചനത്തിൽ ഏത് കാര്യങ്ങൾ എടുത്താലും അത് താരതമ്യപ്പെടുത്തേണ്ടത് ദൈവത്തിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തോടും ദൈവം പറഞ്ഞതായ വായ്മൊഴികളോടും നോക്കിക്കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ സകല പ്രസംഗത്തിൻ്റെ അകത്തും അവൻ ഊന്നൽ കൊടുത്തിരുന്നത് രോഗസൗഖ്യമല്ല, അത്ഭുതങ്ങളല്ല, അടയാളങ്ങളല്ല, വാതിലുകൾ തുറക്കുന്നതല്ല, വെളിപ്പാടുകളല്ല. യേശുവിന് പറയുവാനുണ്ടായിരുന്നത് ഉപദേശങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്.
ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും പാർക്കുന്ന രാജ്യം, അതിനി പണ്ടൊക്കെ വിദേശ രാജ്യങ്ങൾ അമേരിക്കയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ പാർക്കുന്നതായ ഇന്ത്യ എന്ന രാജ്യത്ത് പോലും അവൻ തലമുറകൾ മാറി വരും തോറും, പുതിയ ജനറേഷൻ വരും തോറും വചനത്തിൻ്റെ പ്രമാണങ്ങൾ വേണ്ടെന്ന് പറയുന്ന ഒരു തലമുറ ആത്മീയ ഗോളത്തിൽ വെളിപ്പെട്ടു വരുമ്പോൾ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയുവാനുള്ളത്, കാലങ്ങൾ മാറി വന്നാലും തലമുറകൾ മാറിയാലും ഒരിക്കലും മാറാത്ത ഉപദേശമാണ് ദൈവത്തിൻ്റെ വചനമെന്നുള്ളത്. ഹല്ലേലൂയ. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റുവാനുള്ളതല്ല ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശങ്ങൾ. തലമുറകൾക്കനുസരിച്ച് മാറ്റുവാനുള്ളതല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റുവാനുള്ളതല്ല. വചനം പറയുന്നു, ആകാശം മാറിയാലും ഭൂമി മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ലെങ്കിൽ ഇന്നു പകലും ഹല്ലേലൂയ പഥ്യമായ ഉപദേശത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്ന, അതിനുവേണ്ടി വില കൊടുക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. രണ്ടാമതായി പറയുകയാണ്, ഏതൊരു പ്രസംഗങ്ങളും ഒന്ന് ഉപദേശത്തിനുള്ളതായിരിക്കണം, രണ്ട് ശാസനയ്ക്കുള്ളതായിരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ശാസിക്കുക എന്ന് പറയുന്നത്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, 3 പെൺമക്കളുണ്ട്. ഞാൻ പലപ്പോഴും അവരെ പല കാര്യത്തിനും ശാസിക്കുന്നതിൻ്റെ കാരണം അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അകമഴിഞ്ഞ സ്നേഹമുള്ളത് കൊണ്ട്. എൻ്റെ രക്തത്തിൽ ജനിച്ചതായ എൻ്റെ തലമുറ പാപത്തിലേക്ക് കൈനീട്ടരുത്, അവർ ദൈവവഴി വിട്ടു പോകരുത്, അവർ ദൈവത്തോടകന്ന് ജീവിക്കരുത്, അവരുടെ ജീവിതത്തിൽ വേണ്ടാത്ത സ്വഭാവങ്ങൾ കയറി വരരുത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവരെ ശാസിക്കുന്നത് പോലെ തന്നെ വചനം പറയുകയാണ്, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനം അവൻ്റെ സ്നേഹത്തിൽ നിന്നും അവൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വിട്ടുപോകുന്നെങ്കിൽ അവരെ മടക്കി വരുത്തുവാനുള്ള ശാസന ഈ വചനത്തിൽ നിന്നുണ്ടാകുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഞാൻ ബിന്ദു സിസ്റ്ററിൻ്റെ ഒക്കെ മീറ്റിങ്ങിൽ പറയാറുള്ളൊരു കാര്യമാണ്, എനിക്ക് 39 വയസ്സായി. ഞാൻ ജനിച്ചു വളർന്നത് മൊത്തം പാഷനേജില പാസ്റ്റർ മകനായിട്ടാണ്. അതുകൊണ്ട് പ്രസംഗിച്ച ആളുകളെ ഇളക്കാനും ഒരു പെരുപ്പം ഉണ്ടാക്കുവാനും ഒക്കെ എനിക്കറിയാം മാനുഷികമായി. പക്ഷേ എന്നെ ദൈവം ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത്, ജനം മിണ്ടാപ്പാറ പോലെ ഇരുന്നാലും ദൈവത്തിൻ്റെ വചനത്തിന് അവരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിന് അവരുടെ ഹൃദയത്തെ തുളയ്ക്കുവാൻ കഴിയുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിന് അവരുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു കുത്തുകൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ, ഒരു നിമിഷമെങ്കിലും അവരുടെ ജീവിതത്തെക്കുറിച്ച് തിരിച്ചൊന്ന് ചിന്തിക്കുവാൻ അവർക്ക് കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത്. ഇപ്പോൾ കൈയടിച്ച് നാളെ പിന്നെ എന്താ പറഞ്ഞതെന്ന് തിരിച്ചറിയാത്തൊരു ആത്മീയ കൂട്ടായ്മയല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത്. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ജീവിതത്തെ മാനസാന്തരപ്പെടുത്തുന്ന, പാപത്തിൻ്റെ വഴിയിൽ നിന്നും എന്നെ നിങ്ങളുടെ തലമുറകളെ, നമ്മുടെ തലമുറകളെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ പഥ്യ ഉപദേശം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുവാനിടയായി തീരണം. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ഉപദേശത്തിന് അത് നല്ലതാണ്, രണ്ട്, ശാസനയ്ക്ക് അത് നല്ലതാണ്. എപ്പോഴാണ് ശാസിക്കുന്നതെന്നറിയാമോ? വചനം അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ വചനം തന്നെ നമ്മുടെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനിടയായിത്തീരും. വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്നതായ വിഷമേറിയ ചിന്തകളെ കുറിച്ച് പറഞ്ഞു തരുവാനിടയായിത്തീരും. ഇവിടെ വെച്ചാണ് പലരും വചനം വായിക്കുന്നത് നിർത്തുന്നത്. ഡിസംബർ മാസം 31-ാം തീയതി നാം തീരുമാനമെടുക്കും ഈ വർഷം വചനം വായിച്ചു തീർക്കുമെന്നുള്ളത്. പലരും അത് ന്യൂസ് പേപ്പർ വായിക്കുന്ന ലാഘവത്തോടെ വായിച്ചു വിടും, കാരണം വെറും പേപ്പറുകൾ വായിച്ചു തീർക്കുവാൻ വേണ്ടി മാത്രം. എന്നാൽ ചിലർ മനസ്സിരുത്തി അങ്ങോട്ട് വായിച്ചു വന്നാലും ജനുവരി മാസം കഷ്ടിച്ചു കഴിഞ്ഞാലും ഫെബ്രുവരിയിൽ കയറാൻ പറ്റത്തില്ല, കാരണം ഈ വചനം നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ശാസിക്കുന്നത് ഇഷ്ടമല്ലാതെ മാറുകയാണ്. എന്നാൽ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നാം വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ, നാം വചനത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാം അറിയാതെ നാം വായിക്കുന്ന വചനം നമ്മെ ശോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, മനുഷ്യൻ എന്നെ കുറിച്ച് നല്ലതെന്ന് പറഞ്ഞാലും, അവൻ ആത്മീയനെന്ന് പറഞ്ഞാലും, അവൻ നല്ല പ്രാർത്ഥനക്കാരൻ എന്ന് പറഞ്ഞാലും, ഈ വചനം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ശൂന്യതകളെ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്ന പാപങ്ങളെ, എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ എന്നെ അകറ്റി നിർത്തിയിരിക്കുന്ന വിഷയങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ ഈ വചനം എന്നെ ശാസിക്കുവാനിടയായി തീരണം. ഈ വചനം എന്നെ ശോധന ചെയ്യുവാനിടയാകണം. ഈ വചനം എന്നോട് സംസാരിപ്പാനിടയാകണം.
ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. ഞാൻ പല മീറ്റിങ്ങുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൻ്റെ ദാസ്യമൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. കഴിഞ്ഞ വർഷം ഞാൻ ഉപവാസത്തോടെ ആയിരുന്നപ്പോൾ ഒരു വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സെലക്ഷനെ കുറിച്ച്. ഹല്ലേലൂയ. എവിടുത്തെ സെലക്ഷനാ? ഭൂമിയിലെ സെലക്ഷൻ അല്ല. കർത്താവിൻ്റെ ഗംഭീര നാദത്തോടുള്ള കാഹളധ്വനി ധ്വനിക്കുമ്പോൾ കർത്താവിനോടൊപ്പം നിത്യതയിൽ പോകുവാനുള്ള ദൈവത്തിൻ്റെ സെലക്ഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എന്നിൽ ഭയം കയറുവാനിടയായി. 10 കന്യകമാരെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഇന്നുവരെ ഞാനത് വായിച്ചു വിട്ടിരിക്കുന്നത് വെറും 5 പേർ ഹല്ലേലൂയ എണ്ണയുണ്ടായിരുന്നു, അതുകൊണ്ട് മണവാളന്റെ കൂടെ പോയെന്നുള്ളതാ. പക്ഷേ ആഴമേറിയൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ അതിനെനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കന്യക അല്ലെങ്കിൽ വെർജിൻ എന്ന വാക്കിന്റെ അർത്ഥം ലോകവുമായി ഇടപെടാത്തവർ, ഒരു പുരുഷനുമായി ഹല്ലേലൂയ റിലേഷൻഷിപ്പ് ഇല്ലാത്തത്, ലോകവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാത്തത്, പാപം ചെയ്യാത്തത്, സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുന്നത്, വേർപെട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് വെർജിൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയരെ നോക്കുക, ഈ 10 പേരും ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് പോയവരാണ്. 10 പേരും ഒരുമിച്ച് ആരാധിച്ചു കൊണ്ടിരുന്നതാണ്. 10 പേരും മണവാളന്റെ വരവിന് വേണ്ടി നോക്കി ഒരു പ്രാർത്ഥനാ മുറിക്കകത്തിരുന്നതാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? പ്രാണപ്രിയന്റെ ശബ്ദം കേട്ടപ്പോൾ 5 പേര് മാത്രമേ പോയുള്ളൂ. എന്താ അതിന്റെ കാരണം? അവരിൽ ഒരുക്കമില്ലായിരുന്നു, അവരിൽ പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു, അവർ തങ്ങൾക്ക് വേണ്ടി തന്നെ കരുതി വെച്ചിട്ടില്ലായിരുന്നു. എന്താ സംഭവിക്കുന്നത്? എന്നെ ഭയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എത്ര പ്രസംഗിച്ചാലും, എത്ര പ്രാർത്ഥനയ്ക്ക് പോയാലും, എത്ര നാം ഹല്ലേലൂയ ദൈവത്തിന് കൊടുത്തെന്ന് പറഞ്ഞാലും, നാം ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞാലും, നമ്മുടെ അകത്ത് ഓരോ ദിവസവും ഒരുക്കമില്ലെങ്കിൽ, വചനത്താൽ ഞാനും നിങ്ങൾ ക്രമീകരിക്കപ്പെടുന്നെങ്കിൽ ഇല്ലെങ്കിൽ, വചനം പറയുക നാം ആലയത്തിലായി ഇരിക്കുന്നതെങ്കിലും കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് വചനത്തിനു മുമ്പാകെ ഇന്ന് പകൽ സമർപ്പിച്ചിട്ട് എത്ര പേർ പറയും, എനിക്ക് പുറമേയുള്ളതല്ല കാണിക്കേണ്ടത്, പുറമേയുള്ള ഒരു ആത്മീയമല്ല എനിക്ക് വേണ്ടുന്നത്, ഈ വചനത്താൽ എന്നിലൊരു ശുദ്ധീകരണം നടക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ദൈവജനം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നോക്കുക, ഈ കാലഘട്ടത്തിൽ പ്രോസ്പിരിറ്റിയുടെ പുറകെ എന്താ പ്രോസ്പിരിറ്റിയുടെ പുറകെ പോകുക എന്ന് പറയുന്നത്? പണ്ടൊക്കെ ഹല്ലേലൂയ നന്മ ലഭിക്കുമെന്ന് പറഞ്ഞു പോകുമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയ ഗോളത്തിൽ പ്രസംഗങ്ങളാകട്ടെ, പാട്ടുകളാകട്ടെ, പ്രവചനങ്ങളാകട്ടെ, ഹല്ലേലൂയ കൈവപ്പ് ശുശ്രൂഷകളാകട്ടെ, ഇതൊക്കെയും സംഭവിക്കുന്നത് പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, പേര് ഞാൻ പറയുന്നില്ല, ഹല്ലേലൂയ അറിയാത്തൊരു സംഭവമുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളതും കേരളത്തിന് പുറമെയുള്ള പല പാസ്റ്റർമാരെന്ന് പറയുന്ന, പ്രവാചകന്മാരെന്ന് പറയുന്ന വ്യക്തികൾ ആഫ്രിക്കയിൽ കടന്നുപോയി. അവിടെ ഒരു പർവ്വതമുണ്ട്. ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസന സഭയിൽ നിന്ന് ആ ദേശത്ത് സുവിശേഷ വേല അറിയിക്കാൻ പോയപ്പോൾ കർത്താവിൻ്റെ ദാസനോട് അവിടെയുള്ള ആഫ്രിക്കൻസ് പറഞ്ഞതാണ്, അവർ അവിടെ ചെന്നിട്ട് ഈ പർവ്വതത്തിൽ ചെന്ന് അവിടെയുള്ള പ്രവാചകന്മാരുമായി 1-2 മാസങ്ങൾ എങ്ങനെ പ്രവചിക്കണം, എങ്ങനെ കാര്യങ്ങൾ പറയണം, എങ്ങനെ ആൾക്കാരെ പിടിച്ചു നിർത്തണം, എങ്ങനെ പൈസ കൊണ്ടുവരിക്കണം, എങ്ങനെ മറ്റുള്ളവരുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് പ്രവചനം പോലെ മറ്റുള്ളവരോട് വിളിച്ചു പറയണമെന്ന 1-2 മാസത്തെ ട്രെയിനിങ് ബൈബിൾ കോളേജുകൾ, ട്രെയിനിങ് പ്രോഫസി കോളേജുകൾ ആഫ്രിക്കയിൽ നടക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖ പ്രവാചകന്മാരും പാസ്റ്റർമാരും പോയി ഇതിന്റെ ട്രെയിനിങ് എടുത്ത് മടങ്ങി വരുമ്പോൾ ആത്മാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന എത്ര ദൈവത്തിന്റെ ജനം ഇന്ന് പകൽ പറയും, എനിക്ക് കേൾക്കേണ്ടത് മനുഷ്യന്റെ വായിൽ നിന്നല്ല, എഴുതപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അകത്തുനിന്ന് എന്നെ രൂപാന്തരപ്പെടുത്തുന്ന, എന്നെ ഒരുക്കിയെടുക്കുന്ന, എന്നെ നിത്യതയ്ക്ക് വേണ്ടി എന്നിലുള്ള കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശാസനയാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. Praise the Lord. Hallelujah. Amen. Praise the Lord. കർത്താവിന്റെ ദാസൻ എൻ്റെ ചർച്ചിലെ പാസ്റ്റർ വന്ന എൻ്റെ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇവരൊക്കെ ഇങ്ങനെയാണോ പറയുന്നതെന്ന്. ഇന്ന് പകൽ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ ഒറ്റയ്ക്ക് മുറിക്കകത്ത് കയറിയിരുന്നാൽ നിന്റെ കണ്ണുനീര് കാണുമ്പോൾ നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കിൻ്റെ ഹല്ലേലൂയ ഘനത്തിലല്ല ദൈവം നിന്നോട് സംസാരിക്കുന്നത്, വാക്ചാതുര്യത്തിലല്ല ദൈവം നിന്നോട് സംസാരിക്കുന്നത്. നിനക്ക് വാക്കുകൾ പുറത്തു
പുറത്തോട്ട് കൊണ്ടുവരുവാൻ കഴിയുന്നില്ലെങ്കിലും നീ മുറിക്കകത്തിരുന്ന് കരയുമ്പോൾ നിന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ തിരിച്ചറിയുന്ന ദൈവം നിന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. ആ ശബ്ദത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ നമ്മുടെ ചെവികൾ തുറക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അപ്പം നോക്കുക, ഒന്ന്, ഇത് ഉപദേശിക്കുന്നതായിരിക്കണം. രണ്ട്, ഇത് ശാസിക്കുന്നതായിരിക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. മൂന്ന്, ഇത് ഗുണീകരിക്കുന്നതായിരിക്കണം. ഏതൊരു പ്രസംഗങ്ങളും, ആമേൻ, ഹല്ലേലൂയ, ഏതൊരു വചനവും അത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയായിരിക്കണം. കറക്ഷൻ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്നത്. കറക്ഷൻ, നമ്മുടെ പിള്ളേർക്ക്, നമ്മളെല്ലാവരും എക്സാം എഴുതിയവരാണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും എക്സാം എഴുതുന്നതാണ്. എക്സാം പേപ്പർ എന്തിനാ കറക്റ്റ് ചെയ്യുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 100 ശരിയാണോ എന്ന് കാണിക്കാൻ വേണ്ടിയല്ല എക്സാം പേപ്പർ കറക്റ്റ് ചെയ്യുന്നത്. എവിടെയാണോ തെറ്റ് പറ്റിയത് അതിനെ ചൂണ്ടിക്കാട്ടി അത് തിരുത്തിയെങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് നിനക്ക് കയറാൻ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു തെറ്റ് വന്നെങ്കിൽ, ആമേൻ, 2+2 ഞാൻ 5 എന്ന് എഴുതിയപ്പോൾ ടീച്ചർ റോങ് ഇട്ടിട്ട് പറഞ്ഞു 2 × 2 4 ഞാൻ അത് കറക്റ്റ് ചെയ്തെങ്കിലേ എനിക്ക് 3 3 6 പഠിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തോട് പറയും, കർത്താവേ, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാം തികഞ്ഞവനായിട്ടല്ല, ആമേൻ, ഹല്ലേലൂയ, എന്നിൽ കുറവുകളുണ്ട്, എന്നിൽ ബലഹീനതകളുണ്ട്, എന്നിൽ വീഴ്ചകളുണ്ട്, എന്നിൽ അകൃത്യങ്ങളുണ്ട്. എന്നാൽ എന്നെ ഗുണീകരിക്കുന്ന, എന്നെ കറക്റ്റ് ചെയ്യുന്ന ദൈവത്തിന്റെ വചനം എന്നിൽ വെളിപ്പെടുവാനിടയായി തീരണം. ഈ ദിവസങ്ങൾ ദൈവവചനം അതിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പ്രസംഗിക്കുമ്പം പറയാറുള്ളൊരു കാര്യം, നമുക്ക് കഴിക്കാനുള്ള ആഹാരം കർത്താവ് തരുന്നില്ലേ? അല്ലേ? ഇന്ന് വീട്ടിൽ എന്ത് കഴിക്കുമെന്നല്ല, എന്തോന്ന് കഴിക്കുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇഷ്ടം പോലെ പിള്ളേർക്ക് ന്യൂഡിൽസ്, പാസ്ത, നമുക്ക് ബിരിയാണി, ഇനി ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഓട്സ്, അതൊന്നും കഴിക്കാതെ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കാണെങ്കിൽ വെജിറ്റബിൾ, എല്ലാം നമ്മുടെ വീട്ടിലുണ്ട്. ധരിപ്പാൻ വസ്ത്രം നമുക്കുണ്ട്, പാർക്കുവാൻ പാർപ്പിടമുണ്ട്. ദൈവം അന്നേക്ക് വേണ്ടുന്നതെല്ലാം നൽകി തരുന്ന ഒരു ദൈവമാണെങ്കിൽ, അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും അതിൻ്റെ പുറകെ പോകാതെ എത്ര പേർ പറയും, എനിക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു നിത്യതയുണ്ട്. ആ നിത്യത നഷ്ടപ്പെട്ടു പോകാതെ ഓരോ ദിവസവും എന്നെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിപ്പാനിടയാകണം. എന്നെ ഗുണീകരിക്കുന്നതായിരിക്കണം, എന്നെ ഉപദേശിക്കുന്നതായിരിക്കണം, എന്നെ ശാസിക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. നാലാമതായി പറയുകയാണ്, 1 ഉപദേശത്തിന്, 2 ശാസനയ്ക്ക്, 3 ഗുണീകരണത്തിന്, 4 നീതിയിലെ അഭ്യാസത്തിന് അത് നന്നായിരിക്കും. ഹല്ലേലൂയ. എന്താണ് ഇൻസ്ട്രക്ഷൻ ഇൻ റൈച്ചസ്നെസ് എന്ന് വെച്ചാൽ? ഒരു ദൈവ പൈതലിനെ ഡിസിപ്ലിൻ ചെയ്യാൻ, ഒരു ദൈവ പൈതലിനെ ട്രെയിൻ ചെയ്യാൻ, ഒരു ദൈവ പൈതലാക്കി. എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന മണവാട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ശുദ്ധവും ശുഭ്രവുമായ അവൻ വസ്ത്രം ധരിച്ചുകൊണ്ട്, കളങ്കമില്ലാത്ത, ചുളുക്കമില്ലാത്ത, വാട്ടമില്ലാത്ത ഒരു പെർഫെക്റ്റ് മണവാട്ടിയെ അവൻ തിരഞ്ഞെടുക്കുവാൻ, കൊണ്ടുപോകുവാൻ കർത്താവ് വരുമ്പോൾ അവരെ പെർഫെക്റ്റ് ആക്കുന്നത്, അവൻ പ്രൈസ് ദി ലോർഡ്, ലോകത്തിലുള്ള യാതൊരു കാര്യങ്ങളുമല്ല. വചനം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, അവരെ റൈച്ചസ് ആക്കി മാറ്റുന്നത്, അവരെ പെർഫെക്റ്റ് ആക്കി മാറ്റുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി എത്ര പേർ ആഗ്രഹിക്കും, കർത്താവേ, ദൈവത്തിന്റെ വചനം എന്നെ ഉപദേശിക്കണം, ദൈവത്തിന്റെ വചനം എന്നെ ശാസിക്കണം, ദൈവത്തിന്റെ വചനം എന്നെ ഹല്ലേലൂയ ഗുണദോഷിക്കണം, അതെന്നെ നീതിയിൽ എന്നെ അഭ്യസിപ്പിക്കണം. ഇറ്റ് ഹാസ് ടു ട്രെയിൻ മീ എവറി ഡേ. എല്ലാ ദിവസവും എന്നെ അത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയായിട്ടാ? അവസാനം പറയുന്നത്, അതിൻ്റെ പർപ്പസ്, ദ ഗോൾ ഓഫ് ദിസ് മിഷൻ ഈസ്, ആമേൻ, നമ്മെ പെർഫെക്റ്റ് ആയിട്ട് നിർത്തുവാൻ, തികഞ്ഞവനാക്കേണ്ടതിന്. അല്ലേ? പൗലോസ് പോലും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവൻ, 14 ലേഖനങ്ങൾ എഴുതിയവൻ, ആമേൻ, ഹല്ലേലൂയ, സ്വർഗീയ ദർശനം പ്രാപിച്ചവൻ പറയുക, ഞാൻ തികഞ്ഞവനായി എന്നല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് വരെ ഒരു സങ്കീർത്തനം കാണാതെ പറയാൻ അറിയാത്ത നമ്മുടെ അവസ്ഥ, സ്വോത്രം പറഞ്ഞില്ല ആരും. എല്ലാവരും എന്നെ ഇങ്ങനെ സൂമിലൂടെ ആയതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളുടെ അവസ്ഥ എന്തുമാത്രമായിരിക്കും ദൈവജനമേ എന്നോർത്ത്. ഹല്ലേലൂയ. എനിക്കറിയാം, മിക്കപ്പോഴും അടുത്ത പ്രാവശ്യം കോൾ എനിക്ക് വരത്തില്ല. കാരണം ആളുകൾ അധികം കൂടാത്ത മീറ്റിങ്ങുകളായി മാറും. എൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് വലിയ വിഷമമില്ല. കാരണം ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദൂത്
നമ്മുടെ ജീവിതത്തിൻ്റെ കറക്ഷനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുക, ടു മേക്ക് us പെർഫെക്റ്റ്, നമ്മളെ ദൈവത്തിൽ തികഞ്ഞവനാക്കാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല, ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, കേൾക്കുന്ന വചനത്താൽ എൻ്റെ അകത്ത് ഒരു രൂപാന്തരം സംഭവിക്കണം, എന്നിലൊരു മാറ്റം വരുവാനിടയായി തീരണം, എൻ്റെ അകത്ത് ജീവൻ പ്രാപിപ്പാനിടയായി തീരണം, ഞാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാനിടയായി തീരണം. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആത്മീയ ലോകത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന വലിയൊരു അപകടം പിടിച്ച ഒരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. വളരെ അപകടം പിടിച്ചൊരു കാര്യം. ആത്മീയ ഗോളത്തിൽ പുറമേ നോക്കിയാൽ അതിൻ്റേതായിട്ടുള്ള അടയാളങ്ങളൊന്നും കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ തന്നെയും ചർച്ചിൽ പോകുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, വചനം ധ്യാനിക്കുന്നുണ്ട്, അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ട്, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആത്മീയമായി ഒരു വളർച്ച നമ്മിൽ സംഭവിക്കുന്നില്ല. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഞാൻ പാടുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ വചനം വായിക്കുന്നുണ്ട്, ഞാൻ സഭയിൽ പോകുന്നുണ്ട്, ഞാൻ അന്യഭാഷ പറയുന്നുണ്ട്, പക്ഷേ പുറമേ ഉള്ള മനുഷ്യൻ നോക്കുമ്പോൾ ഞാൻ ആത്മീയനെന്ന് പറഞ്ഞാലും വ്യക്തിപരമായി ഞാൻ എനിക്ക് തന്നെ ഒന്ന് മാർക്കിട്ടാൽ എനിക്കുറപ്പാ എന്നിൽ ഒരു ആത്മീയ വളർച്ച സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതാ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ എന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഇത് അവനെക്കുറിച്ച് അവൻ തന്നെ പ്രസംഗിക്കുമെന്ന്. നോ പ്രോബ്ലം, ഇത് എന്നെക്കുറിച്ച് ഞാൻ തന്നെ പ്രസംഗിക്കുക. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതാ. ഈ കണ്ടീഷൻ്റെ പേരാണ് സ്പിരിച്വൽ സ്റ്റാഗ്നേഷൻ, അല്ലെങ്കിൽ ആത്മീയ മന്ദത എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ പുറമേ എല്ലാം നമുക്കുണ്ട്, പ്രാർത്ഥനകൾക്ക് കുറവില്ല. ഒരു കോവിഡ് വന്നതുകൊണ്ടല്ലേ നമുക്കൊക്കെ ഇന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ട് സംസാരിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥന കൂടാൻ പറ്റുന്നത്. ലോകത്തിൻ്റെ ഏതെല്ലാം രാജ്യങ്ങളിൽ ഇരുന്ന് നമ്മൾ മീറ്റിംഗ് കൂടുന്നത്. സൂം മീറ്റിങ്ങുകൾക്ക് കുറവില്ല, ഉപവാസ പ്രാർത്ഥനകൾക്ക് കുറവില്ല, കൺവെൻഷനുകൾക്ക് കുറവില്ല. കാത്തിരിപ്പ് മീറ്റിങ്ങുകൾ അല്പം കുറവാണെങ്കിലും പല സഭകളിലും ഇന്ന് വീണ്ടും അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഉണ്ടായിട്ടും സഭയിലെ വിശ്വാസിയെയും സഭയിലെ പാസ്റ്ററിനെ മാർക്കിടണ്ട. ഒറ്റയ്ക്ക് നിങ്ങൾ ഇരിക്കുന്ന വീട്ടിൽ ഇന്ന് പകൽ കേൾക്കുന്ന വചനത്തിന് മുമ്പാകെ ഇരുന്ന് നാം തന്നെ നമ്മളെ ഒന്ന് ശോധന ചെയ്തേ. ആക്ച്വലായിട്ട് എന്നിലൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടോ? എന്നിലൊരു ആത്മീയ വളർച്ചയുണ്ടോ? എന്നിൽ ഒരു പ്രാർത്ഥനയുടെ അനുഭവമുണ്ടോ? എനിക്ക് യഥാർത്ഥമായി ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പകൽ നാം തന്നെ നമുക്ക് വിലയിടുവാനിടയായി തീരണം. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നവെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നിങ്ങൾ ആ വാക്യം നോക്കണമേ. മലയാളത്തിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇംഗ്ലീഷിൽ ആംപ്ലിഫൈഡ് വേർഷൻ എന്ന് പറയുന്നൊരു വേർഷനുണ്ട്. അവർ ക്ലെയിം ചെയ്യുന്നത് ഡയറക്റ്റ് അതിന് വചനത്തിൻ്റെ മൂലഭാഷയിൽ നിന്ന്, ഗ്രീക്കിൽ നിന്നും ഹീബ്രുവിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നും ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് എന്ന ആംപ്ലിഫൈഡ് വേർഷൻസ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഹവർ എനിക്ക് അതിൻ്റെ അകത്തുള്ള വാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ആൻഡ് ഡു നോട്ട് ബി കൺഫോം ടു ദിസ് വേൾഡ്, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകാതെ, എനി ലോങ്ങർ വിത്ത് ഇറ്റ്സ് സൂപ്പർഫിഷ്യൽ വാല്യൂസ്, എന്ന് വെച്ചാൽ ലോകത്തിൻ്റെതായിട്ടുള്ള ഉപരിതലത്തിൽ മാത്രം കാണുന്ന വിലയില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഊന്നൽ കൊടുക്കാതെ. നിങ്ങൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിരിക്കുന്നത് സൂപ്പർഫിഷ്യൽ വാല്യൂസ് എന്ന് വെച്ചാൽ ഉപരിതലത്തിൽ മാത്രമുള്ള, പുറമെ മാത്രമുള്ള, ആഴത്തിലേക്ക് വേരിറങ്ങാത്ത,
കർത്തവ്യത്തിന് വേണ്ടി മാത്രം ചെയ്തു കൂട്ടുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയി. കൂട്ടത്തിൽ പാടുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി. പ്രാർത്ഥിക്കാൻ നേരത്ത് കണ്ണടയ്ക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് ഞാനങ്ങ് കണ്ണടയ്ക്കുന്നു. ഹല്ലേലൂയ. പ്രസംഗം 1.5 മണിക്കൂർ പാസ്റ്റർ കിടന്ന് പ്രസംഗിക്കുമ്പം ഇരിക്കേണ്ടത് ഒരു കർത്തവ്യമായതുകൊണ്ട് ഞാനങ്ങ് ഇരുന്നു കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ സൂപ്പർഫിഷ്യൽ വാല്യൂസ് പുറമേ മാത്രം കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് നിങ്ങൾ വില കൊടുക്കരുത്. അത് ഒന്നാമത്തെ ആ വാക്യത്തിൻ്റെ അർത്ഥം. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലുള്ള ജനമൊക്കെ ചെയ്യുന്നത് എന്തുവാ? അവർ പുറമേ അവരെ സമ്പന്നരായി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ പുറമേ മാന്യതയുള്ളവരായി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവർ പുറമേ പേരിനും പ്രശസ്തിക്കും വേണ്ടി, അവരുടെ പേരിൻ്റെ വലിപ്പത്തിനു വേണ്ടി അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവം തരാത്ത പേര് നമുക്ക് നിലനിർത്താൻ പറ്റുമോ? ഞാൻ കല്യാണം കഴിഞ്ഞത് 2010. 2010 മുതൽ 12 വരെ 2 വർഷം കടമനട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, പത്തനംതിട്ടയ്ക്ക് അടുത്ത് കടമനട്ട എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ഒരു പുതിയ പ്രവർത്തനം എടുത്ത് ഒരു കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ഞാൻ പ്രവർത്തിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ കാനഡയ്ക്ക് വരുന്നത്. ഇന്ന് കർത്താവ് എനിക്കിവിടെ ജോലി തന്നു. ഞാനിവിടെ കർത്താവിൻ്റെ വേലയോട് ഒരുമിച്ചായിരിക്കുന്നു. അന്ന് ഞാൻ കൂട്ടത്തിൽ നടന്ന ദൈവദാസൻ തൻ്റെ ശുശ്രൂഷ കണ്ടുകൊണ്ടാണ് ഞാൻ പോയത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ പ്രോഫറ്റ് എന്നാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് ഉണ്ടാക്കി വെച്ചു, പ്രോഫറ്റ്, ഡോക്ടർ, അഡ്വക്കേറ്റ് എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ട് പ്രോഫറ്റ്. ഇന്ന് ആ വ്യക്തി എറണാകുളത്തൊരു ജിമ്മ് നടത്തിക്കൊണ്ടിരിക്കുന്നു, വണ്ടി കച്ചവടം ചെയ്യുന്നു. എനിക്ക് പേഴ്സണലി ഞാൻ 2 വർഷം ആത്മീയ ശുശ്രൂഷയ്ക്ക് കൂട്ടായ്മ കൂടിയ ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ന് ജിമ്മി നടത്തുന്നു, ജഡീകനായി മദ്യപിച്ച് വണ്ടിക്കച്ചവടവും നടത്തിക്കൊണ്ട് നടക്കുകയാ. ഭയത്തോടെ വേണം ദൈവത്തെ സേവിക്കുവാൻ. വചനം പറയുകയാണ്, പുറമേ കാണിക്കുന്ന അഭിനയങ്ങളല്ല, പുറമേയുള്ള പേരിൻ്റെ പ്രശസ്തിയല്ല, മറ്റുള്ളവർ പറയുന്നതായ നമ്മെക്കുറിച്ച് പറയുന്ന വലിപ്പമല്ല എനിക്കും നിങ്ങൾക്കും വേണ്ടുന്നത്. സ്തോത്രം. എന്നെ സൂം മീറ്റിങ്ങിൽ വിളിക്കുന്ന കർത്താവിൻ്റെ ദാസിയും എനിക്ക് ഫ്ലയർ അയച്ചു തന്നു. ബിന്ദു സിസ്റ്ററും എനിക്ക് ഫ്ലയർ അയച്ചു തരാറുണ്ട്. എനിക്ക് ഫേസ്ബുക്കില്ല. ഇന്ന് വരെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും വാട്സപ്പ് സ്റ്റാറ്റസിലും എൻ്റെ മീറ്റിങ്ങിൻ്റെ ഒറ്റ ഫോട്ടോ ഞാൻ ഇടത്തില്ല. എനിക്ക് പ്രസംഗിക്കാൻ കർത്താവ് ഇന്നൊരവസരം തരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം കനിവ് ചെയ്ത് കൃപ ചെയ്ത് തന്നതാ. അത് മറ്റുള്ളവരെ കാണിച്ചിട്ട് ഞാൻ പ്രസംഗിയാണെന്നും എൻ്റെ പ്രസംഗം വലുതാണെന്നും പറയിക്കാനല്ല. ഒരു വാക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ. ആലയത്തിന്റെ അകത്തിരിക്കുന്ന സക്രിയാവേ, നിന്റെ അവിശ്വാസം മുഖാന്തരം നിന്റെ വായുടെ സംസാരം നാവ് അടങ്ങിപ്പോയെങ്കിൽ ദൈവം തരുന്ന കൃപയ്ക്കനുസരിച്ച് നിൽക്കുമ്പോൾ അഹങ്കാരം പറയുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനും നാം അവസരങ്ങൾ കാണിക്കുന്നെങ്കിൽ എത്രമാത്രം ഭയപ്പെടണം. ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. വചനം പറയുക, ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് വെച്ചാൽ മറ്റുള്ളവർ കാണിക്കുന്ന എല്ലാ കാഴ്ചകൾക്കും ഞാനും നിങ്ങളും കൂട്ടുനിന്ന് അതേപോലെ കാണിക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ സഭയിൽ പറയാറുണ്ട്, ഹല്ലേലൂയ, ആരാധന കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമല്ല അന്യഭാഷ എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്നല്ലെങ്കിൽ അത് പറയരുത്. ആത്മാവകത്തുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ച് ആലയത്തിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ ആത്മസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നീ അന്യഭാഷയിൽ സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായി ഭവനത്തിലിരുന്ന് പേഴ്സണൽ പ്രയർ പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിൽ ആത്മാവിൽ സംസാരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പാട്ടുപാടുമ്പോൾ കോറസായിട്ട് വരുന്നതല്ല ഈ ആത്മസാന്നിധ്യം. ഇത് മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ പുറമേയുള്ളതല്ല കാണിക്കേണ്ടത്. വചനം പറയുന്നു, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്.
ഹല്ലേലൂയ. അടുത്ത വാക്യം അവിടെ കൊടുത്തിരിക്കും, ഭയങ്കര ആഴമേറിയ വാക്യം ആ ദൈവജനമേ. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആമേൻ പുറമേ മാത്രമുള്ള ആഴമില്ലാത്തതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് കണ്ട് നാളെ വാടിപ്പോകും, അത് നിലനിൽക്കുന്നതല്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഇന്ന് സ്റ്റേജിൽ കാണും, നാളെ ജിമ്മിൽ കാണും, ആ അവസ്ഥയാകും. ആമേൻ പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് ആമേൻ നിലനിൽക്കുന്നത് അത് വചനത്തിൽ ആഴമേറിയതാണ്, അത് വചനത്തിൽ വേരൂന്നിയതാണ്, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ്. ഇന്ന് പകൽ രാത്രിയിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, എനിക്ക് പുറമേ ഉള്ളതൊന്നുമില്ലെങ്കിലും, 4 പേരെന്നെ അറിയത്തില്ലെങ്കിലും, എൻ്റെ പേരത്ര ഫേമസ് അല്ലെങ്കിലും, എൻ്റെ സഭയിലുള്ളവർ എന്നെ ഒരു ആത്മീയനായി കൂട്ടിയിട്ടില്ലെങ്കിലും, ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വചനത്തിന്റെ അകത്ത് വേരൂന്നി ആഴമായി വേരിറങ്ങി ഞാൻ അതിൽ ഫലം കായ്ക്കുന്നതായി തീരുവാനിടയായി തീരണം. ഹല്ലേലൂയ. ആഴമേറിയ ഒരു ബന്ധം കർത്താവുമായി നമുക്കുണ്ടാകണം. അടുത്ത വചനം പറയുന്നു, and do not be conformed to this world. ഈ ലോകത്തിന് അനുരൂപരാകാതെ but be transformed. ട്രാൻസ്ഫോംഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് രൂപാന്തരപ്പെടുക, മാറ്റം വരുത്തുക, സ്തോത്രം, അഴിച്ചു പണിയുക, പുതുക്കി പണിയുക, ആമേൻ കൂടുതൽ നന്നാക്കുക. ഇതൊക്കെയാണ് ആ ട്രാൻസ്ഫോംഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വചനം പറയുകയാ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു രൂപാന്തരം സംഭവിക്കണം. എന്താണ് സംഭവിക്കേണ്ടത്? നമ്മിൽ ഒരു മാറ്റം വരുവാനിടയാകണം, നമ്മെ തന്നെ ഒന്ന് അഴിച്ചു പണിയുവാനിടയാകണം, നമ്മെ തന്നെ ഒന്ന് പുതുക്കി പണിയുവാനിടയാകണം. ഞാൻ നല്ലതാണെന്ന് എനിക്ക് തോന്നിയാലും ഇച്ചിരി കൂടെ നന്നാക്കാൻ ഞാനും നിങ്ങൾ ശ്രമിക്കണം. അതാ വചനത്തിൽ പറയുന്നത്. ആമേൻ. മാനസാന്തരപ്പെടുക, ബി ട്രാൻസ്ഫോംഡ്. അടുത്ത് കൊടുത്തിരിക്കുന്നത് എങ്ങനെ ട്രാൻസ്ഫോം ആകേണ്ടത്? ഇറ്റ് ഹാസ് ടു ബി ഡൺ പ്രോഗ്രസീവ്ലി. എന്ന് വെച്ചാൽ പടിപടിയായി തുടർച്ചയായുള്ള മാറ്റം, ഒരു രൂപാന്തരം നമ്മിൽ സംഭവിക്കണം. പലപ്പോഴും ഇന്നത്തെ ആത്മീയ കോളത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു 4 ദിവസത്തെ ക്യാമ്പിന് പോയി പെട്ടെന്നൊരു രൂപാന്തരം വന്നു. പണ്ട് നമ്മൾ കേൾക്കുന്ന പോലെ മൂത്ത മാനസാന്തരം എത്ര ദിവസത്തേക്കാ? നിങ്ങളാരും കേട്ടിട്ടില്ലയോ? അച്ഛാ കൈയെങ്കിലും കാണിച്ച് എത്ര ദിവസമാണ്? 3 ദിവസമാണ് അച്ഛൻ കാണിച്ചു. 3 ദിവസം എന്ന് വെച്ചാൽ മൂത്ത മാനസാന്തരം 3 ദിവസത്തേക്കേ ഉള്ളൂ. 4-ാമത്തെ ദിവസം ഇവൻ്റെ ഉള്ളിൽ കിടക്കുന്ന എന്ത് ചെയ്യും? തന്നെത്താനെ തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ വചനം പറയുക, നമ്മിൽ രൂപാന്തരം വരേണ്ടത്, നമ്മിൽ മാനസാന്തരം വരേണ്ടത്, നമ്മിൽ ഒരു അഴിച്ചുപണി നടക്കേണ്ടത്, നമ്മിൽ ഒരു നവീകരണം സംഭവിക്കേണ്ടത്, അത് പടിപടിയായിട്ടും തുടർച്ചയായിട്ടുമുള്ളതായിരിക്കണം. എന്ന് വെച്ചാൽ സാൽവേഷൻ, രക്ഷ എന്നുള്ളത് ഒരിക്കലായി ലഭിക്കുന്നതും ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് സ്ഥിരമായി നിരന്തരമായി നടക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു ആത്മീയന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അവനിലൊരു രൂപാന്തരം സംഭവിപ്പാനിടയായി തീരണം. എന്നുവരെ? കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ട കാലത്തുള്ള അനുഭവമല്ല എനിക്ക് വേണ്ടുന്നത്, ഞാൻ വചനം കേട്ടപ്പോൾ മാത്രമല്ല എനിക്ക് വേണ്ടുന്നത്, ആമേൻ, എൻ്റെ കർത്താവിൻ്റെ വരവ് വരെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എനിക്ക് ദൈവം തരുന്ന ആയുസ്സിന്റെ അവസാന ശ്വാസം വരെ എന്നിലൊരു രൂപാന്തരം സംഭവിക്കണം, എന്നിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം, എന്നിലൊരു അഴിച്ചുപണി നടക്കണം. അത് നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ പരിവർത്തിക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പം ദൈവഹിതത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ അകത്ത് ഒരു പുതുക്കം സംഭവിക്കണം, നമ്മുടെ അകത്ത് ഒരു ഒരുക്കം സംഭവിക്കണം. പലപ്പോഴും ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്നിൽ വെളിപ്പെടുത്തണം, അല്ലേ, അങ്ങയുടെ ഇഷ്ടം നമ്മൾ പാടാറുണ്ട്, എന്നിൽ പൂർണ്ണമാക്കണമേ, എൻ്റെ ഹിതമൊന്നും വേണ്ട പ്രിയനെ, അങ്ങയുടെ ഇഷ്ടം, ഇതെല്ലാം നമ്മൾ പറയാറുണ്ട്. ലിറ്ററലി വെൻ വി സിങ് ഓർ വെൻ വി പ്രേ, പ്രാർത്ഥിക്കാൻ നേരത്തോ പാടാൻ നേരത്തോ ലിറ്ററലി നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥതയോടാണോ പറയുന്നത്, എൻ്റെ ഇഷ്ടം വേണ്ട, ദൈവത്തിൻ്റെ ഇഷ്ടം മതിയെന്ന്, എൻ്റെ ഹിതം വേണ്ട, ദൈവത്തിൻ്റെ ഹിതം മതിയെന്ന് ലിറ്ററലി നമ്മൾ പറയുന്നു? അതോ പാട്ടിൻ്റെയും പ്രാർത്ഥനയുടെയും താളത്തിനനുസരിച്ച് മാത്രമാണോ ഞാൻ നിങ്ങളും ചിന്തിക്കുന്നത്? വചനം പറയുകയോ, ഇതിനകത്തിരിക്കുന്ന സകല വ്യക്തികളെ കുറിച്ചും
അത് പ്രായമുള്ളവരാകട്ടെ, പ്രായം കുറഞ്ഞവരാകട്ടെ, കൊച്ചു കുഞ്ഞുങ്ങളാകട്ടെ, ഇന്ന് രാത്രിയിലും ജീവനോടെ ഞാനും നിങ്ങൾ ശേഷിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. God has a plan about us. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്. ആ ഹിതത്തെ നാം തിരിച്ചറിയണമെങ്കിൽ ഒരു പുതുക്കം സംഭവിക്കേണ്ടത് എവിടാന്നറിയാമോ? മനസ്സിനകത്താ പുതുക്കം സംഭവിക്കേണ്ടത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മനസ്സിനകത്ത് ഈ പുതുക്കം സംഭവിക്കണമെന്ന് പറയുന്നത്? ഈ മനസ്സിനകത്ത്, ഹൃദയത്തിൻ്റെ അകത്ത് ആണ് ഈ ചിന്തകളും കാര്യങ്ങളും തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എല്ലാം സംഭവിക്കുന്നത് എവിടാണെന്നറിയാമോ? ഈ ഹൃദയത്തിൻ്റെ അകത്താണ്, ചിന്തകൾക്കകത്താണ്. പലപ്പോഴും ഞാനും നിങ്ങളും വാക്കായി, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്ന് ബിന്ദു സിസ്റ്ററിൻ്റെ മീറ്റിംഗ് ഞാൻ പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ചൊരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും, സ്വർഗസ്ഥനായ അല്ലെങ്കിൽ സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത് നമ്മൾ പറയാറുണ്ടല്ലേ, അല്ലെ? നല്ല പിതാവേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പാസ്റ്റർ മോനായിട്ട് ജനിച്ചു വളർന്നുകൊണ്ട് ആദ്യം മുതലേ ഈ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ലൈൻ ഇതായിരിക്കണമെന്ന് ഞാൻ പഠിച്ചു വച്ചേക്കുവാ. പക്ഷേ ഇന്നു വരെ അതിൻ്റെ അർത്ഥം നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ എന്ന് വെച്ചാൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അക്നോളജ് ചെയ്യേണ്ടത്, ഉറപ്പുവരുത്തേണ്ടത്, ഞാൻ ഇരിക്കുന്നത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ അശുദ്ധിയുണ്ട്, എൻ്റെ ജീവിതത്തിൽ കളങ്കമുണ്ട്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് കഴിയത്തില്ലെന്ന് വചനം പറയുമ്പോൾ, പരിശുദ്ധനായ ദൈവമേ, തിരുമുമ്പാകെ ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ അകൃത്യങ്ങളെ കണക്കിട്ട് അവിടുന്ന് എന്നോട് പ്രസാദിക്കുന്നതിന് തടസ്സമായിരിക്കാതെ അവിടുത്തെ വചനത്താൽ, അവിടുത്തെ ആത്മാവിനാൽ, അവിടുത്തെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. അതാണ് നമ്മൾ അക്നോളജ് ചെയ്യുന്നത്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അതല്ലേ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെയും ഒന്നാമത്തെ വരിയതല്ലേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? എന്ന് വെച്ചാൽ ഈ പിതാവിൻ്റെ പ്രത്യേകത, നമ്മുടെ ഏത് വിഷയവും ചെന്ന് ഈ പിതാവിനോട് പറയാം. എൻ്റെ വൈഫിന് മിക്ക ദിവസങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടിയാണ്. പുള്ളിക്കാരൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഇപ്പം കുറച്ച് കഴിഞ്ഞ് മുമ്പ് വന്നങ്ങോട്ട് കിടന്നതേ ഉള്ളൂ. വന്നങ്ങോട്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ രാവിലെ മൊത്തം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകിട്ട് കിടന്ന് ഉറങ്ങാൻ പോകുന്ന ഞാൻ ചെന്ന് അവളോട് പറയാം, എടി എനിക്ക് ഭയങ്കര ക്ഷീണമാണ്, ജോലി ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ഹാർഡ് വർക്കാണ്, എനിക്ക് 8 മണിക്കൂർ ഇരുന്നുള്ള ജോലിയാണ്. ഞാനൊരു ഒരു ഇവിടുത്തെ ഗവൺമെൻറ്റിൽ ഹയറിംഗ് മാനേജറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് കമ്പ്യൂട്ടറിനകത്തിരുന്ന് വർക്ക് ചെയ്താൽ മതി. അവൾ നേഴ്സാണ്, 8 മണിക്കൂർ നിന്നിട്ടാണ് വരുന്നത്. ഞാൻ അവളോട് ചെന്ന് എൻ്റെ ഭാരം പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പറയും, അതിനേക്കാളും വലിയ ഭാരത്തിലാണ് ഞാൻ. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്ന് പറയുമോ, മക്കളെ പപ്പായും മമ്മിയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരിഞ്ഞിട്ട് പറയും, ഞങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് പഠിക്കുന്നത്. സ്തോത്രം. എല്ലാവർക്കും അങ്ങനെ. സഭയിലെ പാസ്റ്ററിനോട് എന്ന് ഒരു പ്രയാസം പറഞ്ഞാൽ പാസ്റ്റർ എന്നുള്ള രീതിയിൽ ആ ദൈവദാസൻ കാര്യമായിട്ട് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കും. പക്ഷേ ആ പാസ്റ്റർ അതിനേക്കാളും വലിയ നിരാശയോടും പ്രശ്നത്തോടും ആയിരിക്കും നടക്കുന്നത്. സ്തോത്രം. എന്തെല്ലാം പ്രതിസന്ധി ആയിരിക്കും. നമുക്ക് ഒറ്റ കുടുംബത്തിൻ്റെ ഉള്ളൂ, പുള്ളിക്കാരൻ 60 കുടുംബത്തിൻ്റെ. എൻ്റെ അപ്പം പാസ്റ്ററുണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. പണ്ട് പറയുന്ന പോലെ ചെണ്ട എന്ന മതളത്തോടും മതളം വന്ന് ചെണ്ടയോടും പറഞ്ഞ അവസ്ഥയായി ഇന്ന് ലോകത്തിൽ മനുഷ്യരോടൊക്കെ പറഞ്ഞ. നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് ഒരു വ്യക്തിയോട് നമ്മുടെ പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ അവർ തലകുലുക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാലും ഇതിനേക്കാൾ വലിയ പ്രശ്നം അവരുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക, പുറത്തു പറയാതെ. പല പ്രതിസന്ധിയിലൂടെ പോകുന്നത്. പക്ഷേ നാം ദൈവസന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കി സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുമ്പോൾ സകല വിഷയങ്ങൾക്കും മറുപടി നൽകി തരുവാൻ, ഒന്നിനും പരിമിതി കൂടാതെ ഏത് സമയത്തും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ ഇരിക്കുന്നെന്ന് ഉറപ്പുവരുത്തുന്ന വാക്കാ സ്വർഗീയ പിതാവേ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന് പരിമിതികളില്ല, അതിന് സമയമില്ല. എവിടെ ചെന്ന് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. അപ്പം നോക്കുക, ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെറും ഒരു വാക്കായി മാത്രം, അല്ലെങ്കിൽ പണ്ട് മുതലേ പഠിച്ചു വന്ന ഒരു എന്തു പറയുന്നത്, ഒരു പോയം പോലെ, പാട്ടുപോലെ പ്രാർത്ഥനകൾ പോകാതെ നമ്മുടെ ചിന്തകൾക്കൊരു രൂപാന്തരം വന്നിട്ട്, നമ്മുടെ തീരുമാനങ്ങൾക്കൊരു രൂപാന്തരം വന്നിട്ട്
നാം ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ? വചനം പറയുകയാണ്, ബി ബൈ ദ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുക. എന്തുവാ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുക എന്ന് പറയുന്നത്? മനസ്സ് പുതുക്കുക എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള ഭയം മാറണം, നമ്മുടെ അകത്തുള്ള ജഡീകത മാറണം, പ്രാർത്ഥിക്കാനിരിക്കുന്നതിന് മുമ്പ് നമ്മിലുള്ള കയ്പ് മാറണം. അത് സ്വന്തം ഭാര്യയോടാണെങ്കിലും സ്വന്തം ഭർത്താവിനോടാണെങ്കിലും അപ്പനോടാണെങ്കിലും അമ്മയോടാണെങ്കിലും മക്കളോടാണെങ്കിലും പാസ്റ്ററോടാണെങ്കിലും വിശ്വാസിയോടാണെങ്കിലും സഹോദരനോടാണെങ്കിലും സഹോദരിയോടാണെങ്കിലും ആരോടുമുള്ള കയ്പ് മാറ്റിയിട്ടിരുന്ന് പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളൊക്കെ പണ്ട് തട്ടിന് മേളിലോട്ട് പോകത്തില്ലെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പം ഫാൻ, ചൂട് കാരണം ഇപ്പം ഫാൻ ഇട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഈ ഫാൻ തട്ടിയെടുത്ത് ഊരക്കളയും. സ്വന്തം വചനം അതാ പഠിപ്പിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ആമേൻ, ആത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റെ പ്രവൃത്തികളും. ഇത് രണ്ടും പറഞ്ഞിട്ട് രണ്ട് കാര്യം ഉറപ്പിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ആത്മാവിൻ്റെ ഫലത്തിന് വിരോധമായി യാതൊരു ന്യായപ്രമാണവും ഇല്ല. ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു, ഈ വക പ്രവർത്തിക്കുന്നവരാരും നിത്യത അവകാശം ആക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനിയും വലിയ പ്രവാചകൻ വന്ന് അപ്പോസ്തലനായ പൗലോസിനേക്കാൾ വലിയ പൗലൻ വന്നാലും ഒരിക്കലും ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ വചനത്തിന് മാറ്റമില്ല. ഇന്ന് പകൽ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് ദൈവജനമേ? എത്ര ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ദൈവത്തെ പേടിച്ച് ദൂരെ നിന്നെന്തോ ഭയത്തോടെ നിൽക്കണമെന്നുള്ളതല്ല. വിത്ത് റെവറൻസ്, ദൈവത്തോടുള്ള ബഹുമാനത്താൽ, ദൈവത്തോടുള്ള ആ റെസ്പെക്റ്റ്, ആദരവിനാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി ദൈവം മുമ്പാകെ വലിപ്പം കാണിക്കാതിരിക്കുക. അതാ അതിൻ്റെ അർത്ഥം. എന്തുമാത്രം നാം സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. വചനം പറയുകയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു രൂപാന്തരം സംഭവിപ്പാനിടയായി തീരണം. അടുത്തത് എന്താണ് പറയുന്നത്? അവിടെ പറയുക, സോ ദാറ്റ് യു മേ പ്രൂവ് ഫോർ യുവർ സെൽഫ് വാട്ട് ദ വിൽ ഓഫ് ഗോഡ് ഈസ്. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ വെളിപ്പെട്ട് വരും. ഇത് മറ്റൊരു വ്യക്തി വന്ന് എൻ്റെ തലയിൽ കൈവച്ചിട്ട് സഹോദരനെ കുറിച്ചുള്ള ദൈവഹിതം ഇതാണെന്ന് അവർ പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ ഏതൊരു പ്രവാചകനെ കണ്ടാലും ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാതിരിക്കുന്ന വ്യക്തിയാണ്. സ്വത്രം ഒന്നാമത്തെ ലൈനിൽ പോയി നിൽക്കും. ഇനി ഒന്നാമത് കിട്ടിയില്ല, അവസാനം കിട്ടിയെങ്കിൽ 2 മണിക്കൂർ കാത്തിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേട്ടിട്ടേ പോകത്തുള്ളൂ. പക്ഷേ വചനം എന്നെ പഠിപ്പിക്കുന്നത്, ആമേൻ, ദൈവസന്നിധിയിൽ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, എന്നിൽ രൂപാന്തരം സംഭവിക്കുമ്പോൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ദൈവം എന്നോട് നേരിട്ട് സംസാരിപ്പാനിടയായിത്തീരും. അബ്രഹാമിനെ കുറിച്ച്, മോശയെ കുറിച്ച്, ദാനിയേലിനെ കുറിച്ച്, ദാവീദിനെ കുറിച്ച്, എല്ലാവരെ കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവം നേരിട്ടല്ലേ പറഞ്ഞേ? ശൗലിനെ കുറിച്ച് പറഞ്ഞേ അതല്ലേ? വചനത്തിൻ്റെ അകത്തുള്ള ഏതൊരു പ്രവാചകന്മാരെ കുറിച്ച് നോക്കിക്കേ, ദൈവം വിളിച്ച് ചൂണ്ടിക്കാട്ടി അവരെക്കുറിച്ചുള്ള ദൈവിക ഹിതം അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തില്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, എന്നിൽ ഒരു രൂപാന്തരം സംഭവിച്ച് ഞാൻ കർത്താവിൻ്റെ ഹിതത്തിനെ തിരിച്ചറിയുവാനിടയായി തീരണം. പെട്ടെന്ന് ഞാൻ കടന്നു വരട്ടെ. അവിടെ പറയുകയാണ്, അവൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക അല്ലെങ്കിൽ എന്നിലൊരു രൂപാന്തരം സംഭവിക്കുന്നു എന്ന് നാം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത് ദൈവം നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എന്നോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ എന്നിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നുണ്ട്. ഓൺ ദി അതർ സൈഡ് എന്നിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവവചനത്തിന് മുമ്പാകെ എനിക്ക് എന്നെ തന്നെ ചേഞ്ച് ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ ഒരു സ്റ്റാഗ്നേഷൻ സംഭവിച്ചു, എന്നിൽ ഒരു മന്ദത വന്നു കഴിഞ്ഞു, എനിക്ക് ഒരു ഗ്രോത്ത് ഇല്ലാതെ എൻ്റെ ഗ്രോത്ത് അവിടം കൊണ്ട് നിൽക്കുവാനിടയായി. ഇന്ന് രാത്രി നാം ആ സ്ക്രീനിൻ്റെ അകത്ത് ഒത്തിരി പേരിരിപ്പുണ്ട്. ആരെ നോക്കണ്ട, സ്വന്തമായിട്ടൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിച്ചേ, കർത്താവേ, എന്നിൽ ഒരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടോ, അതോ എന്നിലൊരു സ്റ്റാഗ്നേഷനാണോ വന്നിരിക്കുന്നത്, എന്നിലൊരു മന്ദതയാണോ വന്നിരിക്കുന്നത്?
അങ്ങനെയെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ ചലനം എവിടെയോ നിന്നുപോയിട്ടുണ്ട്. ആമേൻ. 3 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ചലനത്തെക്കുറിച്ച് പറയുന്നത്. ഈ സ്റ്റാഗ്നേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ആത്മീയ മന്ദത, സ്പിരിച്വൽ സ്റ്റാഗ്നേഷന് കൊടുത്തിരിക്കുന്ന മറ്റർത്ഥങ്ങൾ എന്ന് പറയുന്നത്, സ്റ്റാഗ്നന്റ് വാട്ടർ നമ്മൾ കേട്ടിട്ടുണ്ട്, കെട്ടിക്കിടക്കുന്ന ഒഴുക്കില്ലാത്ത, ആമേൻ ഹല്ലേലൂയ, ആമേൻ, ഇരിക്കുന്നതായ വെള്ളം, അല്ലെങ്കിൽ മന്ദമായിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ തളർന്നിരിക്കുന്ന, മുമ്പോട്ട് ഗ്രോത്ത് ഇല്ലാത്തതിനെയൊക്കെ നാം വിളിക്കുന്ന പേരാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ഇന്ന് പകൽ രാത്രിയിൽ വചനത്താൽ നാം ശോധന ചെയ്യേണ്ടത്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, ദൈവമക്കളെ വേറൊരു കാര്യം അറിയാം, നമുക്ക് തന്നിരിക്കുന്ന കുടുംബത്തെക്കുറിച്ച് വി ആർ റെസ്പോൺസിബിൾ. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എനിക്ക് തന്നിരിക്കുന്ന ഭാര്യ, എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കുറിച്ച്, എനിക്ക് ഈ ലോകത്തിൽ അവരെ വളർത്തുവാൻ തന്നിരിക്കുന്ന എൻ്റെ തലമുറകൾ, അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചൊക്കെ എനിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഞാൻ കണക്ക് കൊടുക്കേണ്ടതാണ്. അതേസമയം മോർ ദാൻ എനിത്തിങ് ഞാൻ എന്നെക്കുറിച്ച് തന്നെ എനിക്കൊരു കണക്ക് കൊടുക്കണം ദൈവത്തിന്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്, നീതിമാൻ ഇനി അധികം നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ. കാരണം എന്താ? മേളിൽ ചെന്ന് ഞാൻ എൻ്റെ പിള്ളേരെ ഇങ്ങനെ ഉപദേശിച്ചു, നല്ല രീതിയിൽ വളർത്തി എന്ന് പറയുമ്പോൾ കർത്താവ് പറയും ഗുഡ്. പക്ഷെ നിന്റെ അവസ്ഥ എന്തായി? വാട്ട് ഈസ് യുവർ സിറ്റുവേഷൻ? നാം ഏത് തരത്തിലാണ് ആയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വചനം പറയുകയാണ്, എന്നിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം, ആമേൻ, ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ആമേൻ. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഈ എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, അവിടെ ശക്തമേറിയ ഒരു വെളിപ്പാട് പ്രവാചകന് ദൈവം കൊടുക്കുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 47-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്, അവൻ എന്നെ ആലയത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അവിടെ കാണുന്നു ഒരു വലിയ പ്രോഫറ്റിക്കൽ പിക്ചറാണ്. ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള വലിയൊരു പ്രവചനീയമായ ഒരു പ്രവചനമാണ് ദൈവം തൻ്റെ അഭിഷിക്തൻ ഇവിടെ കൊടുക്കുവാനിടയായിത്തീരുന്നത്. അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ, ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്നും വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. നോക്കുക, ആ വാക്ക് മാത്രം, പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ ഫ്ലോയിങ് വാട്ടർ. ഒരിടത്ത് നിൽക്കുന്നതല്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ഒരു ജലമാണ്. എവിടെയാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്? ഇതിൻ്റെ സോഴ്സ് ആലയത്തിൻ്റെ അകത്തു നിന്നാണ്. ആലയത്തിൻ്റെ അകത്ത് ഇത് കെട്ടി നിൽക്കാതെ ഇത് എന്ത് ചെയ്യുകയാണ്? ഇത് പുറത്തേക്ക് ഒഴുകുകയാണ്. എന്താ ഇതിൻ്റെ അർത്ഥം ദൈവമക്കളെ? പലപ്പോഴും ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക് ആലയത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഉറങ്ങിയോ? സ്തോത്രം. ഈ ഒഴുക്ക് ആലയത്തിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒരു ചർച്ചിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 8-9 പേര് മാത്രമേ ഉള്ളൂ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക്. പക്ഷേ 1500 ഇതിൻ്റെ വോൾട്ടിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം ആയിരിക്കുന്നത്. ഗ്ലോറി. 1500 വോൾട്ടിൻ്റെ സൗണ്ട് സിസ്റ്റവും 8 പേരോ 9 പേരോ. ഈ സൗണ്ട് സിസ്റ്റം ഇട്ട് അങ്ങോട്ട് മുഴക്കുന്നുണ്ടെങ്കിൽ 2000 പേരിരിക്കുന്ന എഫക്റ്റാണ്. അപ്പോൾ ആലയത്തിൻ്റെ അകത്ത് ഇത് ഭയങ്കര ഒഴുക്കാണ്. പക്ഷേ ഇതെന്ത് ചെയ്യുന്നില്ല, പുറത്തോട്ട് ഒഴുകുന്നില്ല. വചനം പറയുക, ദൈവത്തിൻ്റെ നദിയാണെങ്കിൽ, ഇഫ് ദ സോഴ്സ് ഈസ് ഫ്രം ഗാഡ്, ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഇത് ആലയത്തിൻ്റെ അകത്ത് കെട്ടി നിൽക്കേണ്ടതല്ല, ഇത് പുറത്തേക്ക് ഒഴുകണം. ആമേൻ. ഇന്ന് രാത്രിയിൽ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്നിൽ പകരപ്പെട്ട ദൈവാത്മാവിൻ്റെ ശക്തി എൻ്റെ തലമുറകളിലേക്ക് അത് ഒഴുകുവാനിടയായിത്തീരണം, എൻ്റെ കുടുംബത്തിലേക്ക് അത് ഒഴുകുവാനിടയായിത്തീരണം, ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ അത് ഒഴുകുവാനിടയായിത്തീരണം, ഞാൻ നിൽക്കുന്ന ദേശത്ത് അത് ഒഴുകുവാനിടയായിത്തീരണം, അത് ജാതികളിലേക്ക് ഒഴുകുവാനിടയായിത്തീരണം. ആമേൻ. ഇത് ഒഴുകിച്ചെന്ന ഭയങ്കര ഫലമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും അവൻ സകല പ്രാണികളും ചലിക്കും. അവൻ ജീവനില്ലാത്തതിൻ്റെ മേൽ ജീവൻ വ്യാപരിക്കും.
ഇന്ന് പല സഭയ്ക്കകത്തും ഉള്ള ജീവൻ കൂടെ നശിച്ച് ജീവനായി കടന്നു വന്ന് മരിച്ചതായി ഇറങ്ങിപ്പോകുമ്പോൾ ഇന്ന് രാവിലെ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളിൽ മരണമല്ല സംഭവിക്കേണ്ടത്, ഞങ്ങളിൽ ജീവൻ വ്യാപരിപ്പാനിടയായി തീരണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിൽ ജീവൻ വ്യാപരിപ്പാനിടയായി തീരണം. വചനം പറയുകയാണ്, ഇത് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അകത്ത് മന്ദതയെന്നും കെട്ടിക്കിടക്കുന്നതെന്നും സ്റ്റാഗ്നൻ്റ് എന്നും ഒരു കാര്യമില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത, അവർ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് മൂവ്മെൻറ്റ്. ദൈവം ചലിക്കുന്ന ദൈവമാണ്, ദൈവം പുറപ്പെടുവിക്കുന്ന ദൈവമാണ്, ദൈവം ചലിപ്പിക്കുന്ന ദൈവമോ. നോക്കിക്കേ, ഉൽപ്പത്തി മുതൽ അങ്ങോട്ട് നോക്കിക്കേ. അബ്രഹാമിനെ വിളിച്ചു വരുത്തി അവനെ കാണാത്ത ദേശത്തേക്ക് ചലിപ്പിച്ചു. അവൻ പുറപ്പാടിൽ നോക്കിക്കേ, അവൻ പ്രൈസ് ദി ലോർഡ് ഇസ്രായേൽ ജനത്തെ അടിമത്വത്തിൽ നിന്ന് വിളിച്ചു വരുത്തുകയാണ്. അവൻ അടുത്തത് നോക്കിക്കേ, ഇന്ന് വരെ പ്രമാണമില്ലാത്തവർക്ക് പ്രമാണം കൊടുത്ത് ദൈവം ഒരു പ്രത്യേക രീതിയിൽ ഇസ്രായേൽ ജനത്തെ നടത്തുകയോ. അവൻ ചലിപ്പിക്കുന്ന ദൈവമാ. സ്തോത്രം. കാട്ടിൽ കിടന്ന ദാവീദിനെ വീട്ടിൽ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്ത് അവൻ കാട്ടിലോട്ടാ പോയതെങ്കിലും മടക്കി കൊട്ടാരത്തിലേക്ക്. there is a transformation. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാ, വ്യത്യാസം വരുത്തുന്നതാണ്, രൂപാന്തരപ്പെടുത്തുന്നതാണ്, മാറ്റം വരുത്തുന്നതാണ്, പുതുക്കി പണിയുന്നതാണ്. ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും, ഈ നദി എൻ്റെ മേലും ഒന്ന് ഒഴുകുവാനിടയായി തീരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഞാൻ ആ അധ്യായം വായിച്ചു വന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ കാലം വരെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നത്, ഒരു നദി ഉണ്ടായിരുന്നു, ആ നദിക്കകത്തോട്ട് 1000 മുഴം അളന്നിട്ട് ഞാൻ ഇറങ്ങിയപ്പം ആ വെള്ളം എൻ്റെ നരിയാണിയോളം എത്തി, പിന്നെ മുട്ടോളം എത്തി, പിന്നെ എൻ്റെ അരയോളം എത്തി, പിന്നെ ഞാൻ ആഴത്തിലോട്ട് ഇറങ്ങിയപ്പോൾ ആഴം കൂടിയപ്പോൾ എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞു വന്നു. ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ കുത്തിയിരുന്നൊന്ന് വായിച്ചപ്പോൾ ഈ നദിയുടെ പ്രത്യേകത, ദ വാട്ടർ സ്റ്റാർട്ട്സ് ഇൻ എ സ്മോൾ ക്വാണ്ടിറ്റി. നിങ്ങൾ ചോനൊന്നിരുന്ന് വായിച്ചേ. ആ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നത് വെള്ളം നരിയാണിയോളമായി. അപ്പോൾ വെള്ളത്തിനൊരു ഗ്രോത്ത് വന്നു. 2, വെള്ളം മുട്ടോളമായി. കുറച്ചും കൂടെ കഴിയുമ്പോൾ വെള്ളം അരയോളമായി. അതിൻ്റെ അവസാനം വായിച്ചു വരുമ്പോൾ വെള്ളം പൊങ്ങി ഒരു നദിയായി തീർന്നു. വെള്ളം പൊങ്ങി ഒരു നദിയായി തീർന്നു. നോക്കുക, എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? പലപ്പോഴും ഞാനും നിങ്ങളും ചെറിയ ഒരു ഗ്രോത്തിനെ അല്ലെങ്കിൽ ചെറിയ ഒരു സോഴ്സിനെ കണ്ടിട്ട്, ഓ ഇത് വലിയ പ്രാർത്ഥനയൊന്നുമല്ല, ഇത് വലിയ കൂട്ടായ്മയൊന്നുമല്ല, ഇത് വലിയ വചനമൊന്നുമല്ല, ഇതൊന്നും ഒരു പ്രസംഗമല്ല, എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വില കൊടുക്കാതെ അതിനെ തഴയുമ്പോൾ വചനം പറയുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തി അല്പത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് എനിക്കറിയാം, ഇതിനകത്ത് ഒത്തിരി ദൈവമക്കളുണ്ട്, ദൈവദാസന്മാരുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, ഹാലലൂയ, അഭിഷിക്തന്മാരുണ്ട്. ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഇത് ഉറയ്ക്കണം. നമ്മിൽ അല്പമായിട്ടായിരിക്കും ചില കാര്യങ്ങൾ ആരംഭിക്കുന്നത്, പക്ഷേ ആ അല്പത്തിൽ കയറി പിടിച്ചോണം. അവിടം കൊണ്ട് നിന്ന് കളയരുത്. അത് വെള്ളം നരിയാണിയോളമാകും, മുട്ടോളമാകും, അരയോളമാകും. അവിടം കൊണ്ട് നിൽക്കത്തില്ല, ഇതൊരു നദിയായി മാറും. കാരണം ഇതിന്റെ സോഴ്സ് ചെറുതിൽ നിന്നല്ല വരുന്നത്, ഇത് നിത്യനായ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നതാകിയാൽ ഇത് വറ്റാത്ത ഉറവയാണ്, ഇത് വറ്റാത്തതാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നാം കാൽ വെച്ചിരിക്കുന്ന ഈ വെള്ളം ഇപ്പോൾ നരിയാണിയോളമേ കാണുന്നുള്ളെങ്കിലും നീ ഭാരപ്പെടരുത്, അതിനകത്തു നിന്ന് പുറത്തു മാറരുത്. നീ നടന്നു അതിനെ മുട്ടോളമാക്കി, അതിനെ അരയോളമാക്കി, അതിനെ നദിയാക്കുവാൻ ഇതിന് ഉറവിടത്തിന് സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് കേപ്പബിൾ, ഇറ്റ് ഈസ് കേപ്പബിൾ. അതിൻ്റെ സോഴ്സ് വറ്റിപ്പോകാത്തതാണ്. ആമേൻ. എന്താണ് ഈ നദി കാണിക്കുന്നത്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ വർക്ക് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേലുള്ള ദൈവപ്രവൃത്തിയെയാണ് ഇത് കാണിക്കുന്നത്. എന്താണ്? ഇന്ന് നാം നോക്കുമ്പോൾ അല്പം മാത്രം ഒരു നനവേ വന്നിട്ടുള്ളൂ, പക്ഷേ അതിൻ്റെ അകത്ത് ഞാനും നിങ്ങളും ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നാളെ അതിൻ്റെ അളവ് വർദ്ധിച്ചു കൊണ്ടിരിക്കും. ദൈവത്തിൽ നിൽക്കുന്ന തൻ്റെ ജനത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തിയുടെ ഗ്രോത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ വരെ നാം പ്രാർത്ഥിച്ചപ്പോൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പ്രാർത്ഥന നിർത്തിക്കളയരുത്. നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തൊരു
നിനക്കകത്തൊരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. നാളെ നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുവാനിടയായിത്തീരും. നിന്റെ വിഷയങ്ങളുടെ മേൽ അത്ഭുതം സംഭവിപ്പാനിടയായിത്തീരും. അവിടം കൊണ്ട് നീ നിർത്തരുത്, അവിടം കൊണ്ട് നീ സാറ്റിസ്ഫൈഡ് ആകരുത്. അവിടെ ദൈവത്തിന് മഹത്വം കൊടുത്തോണം, പേരിനകത്ത് പ്രശസ്തി എടുക്കരുത്. അവിടെ നീ പിന്നെയും നിൽക്കുമ്പോൾ അത് അരയോളമാകുവാനിടയായിത്തീരും. പൗലോസ് പറയുന്നത് പോലെ അവൻ നിഴൽ തട്ടി സൗഖ്യമാകുന്ന രീതിയിൽ നിന്റെ അകത്തൊരു ഗ്രോത്ത് തരുവാൻ ഈ നദിയുടെ ഉറവിടത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. ഈ നദിയുടെ ഉറവിടത്തിന് കഴിയും. നോക്കിയേ ദൈവമക്കളെ, ദൈവജനത്തെ ഉപദ്രവിച്ചവൻ, ദൈവജനത്തെ കൊല്ലാൻ വേണ്ടി ആമേൻ ഹല്ലേലൂയ മുദ്രാപത്രവുമായി നടന്നവനെ ദൈവം ഇത്രമാത്രം വളർത്തിയെങ്കിൽ ഇന്ന് പകൽ ഞാനും നിങ്ങളും തിരിച്ചറിയണം, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നിൽക്കുന്ന എന്നിലും നിങ്ങളിലും ഒരു ഗ്രോത്ത് നൽകി തരുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, എസെക്കിയേലിൽ പറയുകയാണ്, ആലയത്തിൻ്റെ അകത്തു നിന്ന് ഒരു നദി പുറപ്പെട്ടു വന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിൽ വീതിയുടെ നടുവിൽ, ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ നടുവിൽ നിന്നും പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രവും ജീവജല നദിയും അവൻ എനിക്ക് കാണിച്ചു. സ്തോത്രം. അവിടെ എന്തുവാണ്? പുറപ്പെടുന്നതായ ഒരു നദി. അപ്പോൾ ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ആമേൻ, ഈ വാട്ടർ ഫൗണ്ടൻ അല്ല. ഇന്നുണ്ടല്ലോ ഇങ്ങനെ മെഷീൻ വെച്ച് ഒരേ വെള്ളം റീസൈക്കിൾ ചെയ്ത് പിന്നെ എന്തോ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ വീട്ടിലൊക്കെ? വെള്ളത്തിന് യാതൊരു ചിലവില്ല, ആദ്യം ഒഴിച്ച് ഒറ്റ മഗ് വെള്ളം മതി, 2 ദിവസം വേണമെങ്കിൽ ഇതിങ്ങനെ നിന്നിങ്ങനെ കറങ്ങി സ്വത്രം എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടവൻ കിട്ടിയ അന്യഭാഷ ഇന്നും ഇങ്ങനെ അത് തന്നെ ഇന്ന് കറങ്ങിക്കൊണ്ട് ആരും സ്വത്രം പറഞ്ഞില്ല. എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണോ? സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. ആദ്യം കിട്ടിയ ആരാധിക്കാൻ നേരത്തെ ഉള്ളൊരു വെട്ടല, ഇന്നും ആ വെട്ടൽ എന്ത് ചെയ്തിട്ടില്ല? സ്വത്രം. കാരണം ഈ അതേ വെള്ളം കിടന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഗ്രോത്തും ഇല്ല. ഇറങ്ങി തിരിച്ചപ്പോഴും യഹോവ എൻ്റെ ഇടയനാകുന്നുള്ള വാക്യം മാത്രമേ അറിയത്തുള്ളൂ. 15 വർഷമായി ഇന്നും യാതൊരു, പൗലോസ് പറയുന്നത് പോലെ പ്രായം വെച്ച് നോക്കിയാൽ നിങ്ങളൊക്കെ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. സ്തോത്രം. ഇന്നും ഒരു വളർച്ചയും സംഭവിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം മാത്രമേ എന്തുള്ളൂ? നമ്മളൊന്ന് ആഗ്രഹിച്ച ദൈവമക്കളെ, ഇതെവിടെ നിന്നാണ് പുറപ്പെടുന്നതെന്നറിയാമോ? സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ നടുവിൽ നിന്ന്. ഇറ്റ് ഷോസ് ദി അതോറിറ്റി, ത്രോൺ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ അതോറിറ്റി അത് കാണിക്കുന്നത്. അധികാരത്തിൽ നിന്നൊഴുകി വരുന്ന ഈ വെള്ളത്തിന്, ഈ നദിക്കും അധികാരമുണ്ട്, അതിന് ശക്തിയുണ്ട്, അതിന് ബലമുണ്ട്. അത് കാണിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വെള്ളത്തിൻ്റെ പ്രത്യേകതയല്ല, ഇതിൻ്റെ സോഴ്സിൻ്റെ പ്രത്യേകതയാ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ വെള്ളത്തിൻ്റെ പ്രത്യേകതയല്ല, ഇത് ഒഴുകി വരുന്ന ഉറവിടത്തിൻ്റെ പ്രത്യേകതയാ. ഇത് അധികാരമുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും ഒഴുകി വരുന്നതാ, അത് പുറപ്പെട്ടു വരുന്നതാ. അതുകൊണ്ട് വചനം പറയുകയാണ്, ഹല്ലേലൂയ, ആമേൻ, അത് പ്രൈസ് ദി ലോർഡ്, അത് ജീവിപ്പിക്കുന്നതാ, ചലിപ്പിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇപ്പോൾ 9 മണിയായില്ലേ സഹോദരി സമയം? ഓക്കെ, ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് അകത്തിരിക്കാം. അവിടെ പറയുന്നു, കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി അവൻ എന്നെ കാണിച്ചു തന്നു. ഈ നദിയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് പ്യുവർ, ഇറ്റ് ഈസ് നോട്ട് കണ്ടാമിനേറ്റഡ്. ഇത് പലതും കയറി ഇറങ്ങി ചെളി പിടിച്ചൊരു സാധനമല്ല ഇത്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ വിശ്വാസികളുടെ കുഴപ്പം എന്താ പറയുക, നരിയാണിയോളം ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ അങ്ങ് നിന്നിട്ട് പിന്നെ അവിടെ കിടക്കുന്ന ചെള്ളയും മണ്ണും ചെളിയും എല്ലാം കൂടെ കുഴച്ച് ബാക്കിയുള്ള വെള്ളവും കൂടെ നമ്മൾ എന്ത് ചെയ്യും? കലക്കിക്കളയും. ആരും സ്വത്രം പറഞ്ഞില്ല. ഈ അടുത്ത് നമ്മുടെ നരിയാണി മാത്രം വെള്ളം ഇരിക്കുന്നിടത്തുള്ള പ്രത്യേകം എന്താ പറയുക, മണ്ണുണ്ട്. ചിലപ്പോൾ ഈ കരയ്ക്ക് കിടക്കുന്ന 1-2 ചെളികൾ കാണും, പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ കാണും. നമ്മൾ അവിടെ നിന്ന് വെള്ളം ഇട്ടങ്ങ് കലക്കുക. സ്വത്രം പറ. കലക്കി അവസാനം ആഴത്തിൽ നിൽക്കുന്നവന് അവിടെ നിൽക്കാൻ പറ്റാത്തതുപോലെ വെള്ളം മൊത്തം അങ്ങ് കലക്കി ഒരു പരുവാക്കി വെച്ചേക്കുക. നമ്മൾ അവിടെ തന്നെ നിൽക്കാതെ ഒന്ന് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ട് പറയണം, ഈ ജലം എന്നെ ശുദ്ധീകരിക്കുന്നതാണ്, ഇത് പളുങ്ക് പോലെ ശുദ്ധമാണ്, ഇതെന്നെ ശുദ്ധീകരിക്കുന്നതാണ്, എന്നിലുള്ള കുറവുകളെ കഴുകിക്കളയുന്നതാണ്. ഈ നദി നമ്മിൽ വന്നാൽ ആദ്യം സംഭവിക്കേണ്ടത് നമ്മിൽ ഒരു ശുദ്ധീകരണം സംഭവിപ്പാനിടയായിത്തീരണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ
കർത്താവ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. യേശു വിളിച്ചു പറയുകയാണ്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവന്റെ നദികൾ ഒഴുകും. നോക്കിക്കേ, ഈ നദിയുടെ പ്രത്യേകത എന്തുവാ? ഇറ്റ് ഫ്ലോസ്, അത് ഒഴുകിക്കൊണ്ടിരിക്കും, അതൊഴുകും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ 3 നദികളെക്കുറിച്ച് പഠിച്ചാലും നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. ഓൾ 3 റിവേഴ്സ്, ഈ 3 പ്രൈസ് ദി ലോർഡ് നദിക്ക് ഒരേ DNA. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ, ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്ക് ഒരേ DNA എന്ന് പറഞ്ഞതുപോലെ ഈ 3 നദിക്ക് ഒറ്റ DNA, ഒറ്റ ക്യാരക്ടർ, ഒറ്റ സ്വഭാവം. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് 3 വരുന്നത് ഒറ്റ സോഴ്സിൽ നിന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഒറ്റ സോഴ്സിൽ നിന്ന് വരുന്നത് കൊണ്ട്, ഒറ്റ ഉറവിടത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇതിൻ്റെ 3ൻ്റെ സ്വഭാവം ഒന്ന്. എന്താണ് ഇതിൻ്റെ 3ൻ്റെ പ്രത്യേകത? 1, ഇത് 3 ഒഴുകുന്നതാണ്. 2, ഇത് 3 ജീവൻ നൽകുന്നതാണ്. 3, ഇത് 3 സൗഖ്യമാക്കുന്നതാണ്. 4, ഇത് 3 നമ്മളെ രൂപാന്തരം വരുത്തുന്നതാണ്. ഇന്ന് പകൽ നമ്മുടെ അകത്ത് ജീവൻ വ്യാപരിക്കണമെങ്കിൽ, നമ്മുടെ അകത്ത് സൗഖ്യം വരണമെന്നുണ്ടെങ്കിൽ, നമ്മിൽ ഒരു രൂപാന്തരം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇത് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. അങ്ങയിൽ നിന്ന് ഒഴുകി വരുന്ന നദി അത് എൻ്റെ മേൽ വെളിപ്പെടുവാനിടയാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത്തത് ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു, രണ്ടാമത്തത് സിംഹാസനത്തിന്റെ അകത്തു നിന്ന്, അടിയിൽ നിന്നും പുറപ്പെട്ടു. മൂന്നാമത്തത് എവിടെ നിന്നാ വരുന്നത് അറിയാമോ? കർത്താവിൽ വിശ്വസിക്കുന്ന എന്നിൽ നിന്നും, നിങ്ങളുടെ അകത്തു നിന്നും വേണം ഇത് പുറത്തേക്ക് വരുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്നിൽ നിന്നിത് പുറത്തു വരണമെങ്കിൽ, എന്നിൽ നിന്നത് മറ്റുള്ളവരിലേക്ക് ഫ്ലോ ചെയ്യണമെങ്കിൽ ആദ്യം ഇത് എന്നിൽ നിറയണം. എൻ്റെ അകത്ത് നിറയാത്ത സാധനം എനിക്ക് എങ്ങനെ നിങ്ങളെ നിറയ്ക്കാൻ പറ്റും? എൻ്റെ അകത്ത് ഈ വചനത്തെക്കുറിച്ചൊരു വെളിപ്പാടില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഈ വചനത്തെ നിങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കി ആ വെളിപ്പാട് നിങ്ങളിൽ തരാൻ പറ്റും? അങ്ങനെയെങ്കിൽ ആദ്യം ഞാൻ കുത്തിയിരുന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കണം, കർത്താവേ ഈ നദി എന്നിലേക്ക് ഒഴുകണം, ഈ നദി എന്നെ ശുദ്ധീകരിക്കണം, ഈ നദി എന്നെ കഴുകണം. ഇതെന്നിൽ സംഭവിക്കുമ്പോൾ എൻ്റെ അകത്ത് വെളിപ്പെടുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം അത് മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുവാനിടയാകണം. ഈ ദിവസങ്ങളിൽ ദൈവസഭയ്ക്കകത്ത്, കുടുംബങ്ങൾക്കകത്ത്, തലമുറകൾക്കകത്ത്, ദേശങ്ങളിൽ ആത്മാവിൻ്റെ ചലനത്തിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനം ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചേ, കർത്താവേ ആ നദി ആദ്യം എന്നിൽ ഒഴുകട്ടെ, എന്നിലേക്ക് ഒഴുകി വന്ന് എന്നിൽ ചലിക്കാത്തത് ചലിപ്പിക്കട്ടെ, എന്നിൽ ചത്തുകിടക്കുന്നത് ജീവൻ പ്രാപിക്കട്ടെ, എന്നിൽ സൗഖ്യമാകേണ്ടത് സൗഖ്യമാകട്ടെ, എന്നിൽ രൂപാന്തരം വരേണ്ടത് രൂപാന്തരം വരട്ടെ. എന്റെ അകത്ത് ശൂന്യതകളെ മാറ്റി അതൊന്നും നിറയപ്പെടട്ടെ. അത് നിറയപ്പെടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് അത് പുറപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഈ നദിയുടെ ഒക്കെ പ്രത്യേകത ഇത് ഒഴുകുന്നതാ, ഇത് ജീവൻ തരുന്നതാ. പക്ഷേ അന്നത്തെ ആത്മീയ ഗോളത്തെ, അല്ലെങ്കിൽ അന്നത്തെ ഇസ്രായേലിനെ നോക്കി ദൈവം വിളിച്ചു പറയുന്ന ഒരു ദൂത് ഇന്നത്തെ ആത്മീയ ഗോളത്തെ നോക്കി എനിക്ക് പറയാനായിട്ട് ഒരു പ്രചോദനമുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറയുക, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. സ്തോത്രം. സഹോദരി, സാധാരണ മീറ്റിങ്ങിന് വിളിച്ച അടുത്ത മീറ്റിംഗ് കിട്ടണമെങ്കിൽ ദോഷം എന്നുള്ള വാക്കേ നമ്മൾ യൂസ് ചെയ്യരുത്. ബ്ലെസ്സിങ്സ് മാത്രമേ പറയാവുള്ളൂ. ആമേൻ. അനുഗ്രഹം മാത്രമേ പറയാം, നന്മ മാത്രമേ. ഞാനിതാ കാനഡയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടിരിക്കും. കാനഡ കണ്ട് കൊതിച്ച് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ കൈ ചോന് പൊക്കാൻ വയ്യാതിരിക്കുന്നൊരു വിശ്വാസിയാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. മഞ്ഞ് കോരി ഒരു പരുവായിട്ടിരിക്കുക. അപ്പോൾ നോക്ക്, അതൊന്നുമല്ല. വചനം പറയുക, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കുന്നു. ഒന്നെന്തുവാ? അവർ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. 2, വെള്ളമില്ലാത്ത കിണറുകളും പൊട്ടക്കിണറുകളും തന്നെ കുഴിച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഈ വാക്യമൊക്കെ ഒന്ന് വായിച്ചിട്ട് ചർച്ചിൽ പ്രസംഗിച്ച്, അല്ലെങ്കിൽ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു സെക്ഷൻ്റെ മീറ്റിങ്ങിന്, മാസയോഗത്തിന് പോയി ഞാൻ പ്രസംഗിച്ചു. പ്രസംഗ വിഷയം പ്രൈസ് ദി ലോർഡ്, നോഹയുടെ കാലഘട്ടം പോലൊരു കാലഘട്ടം. അതായിരുന്നു എൻ്റെ പ്രസംഗ വിഷയം. ഇനി എനിക്ക് ഉറപ്പ് ആയുസിൽ ഇനി ആ സെക്ഷനിലോട്ട് എന്നെ വിളിക്കത്തില്ലെന്ന്. സ്വത്രം. ഹല്ലേലൂയ. അപ്പം നോക്കണേ, അവിടെ പറയുക 2 ദോഷം. 1, ഉറവ വേണ്ടെന്ന് വെച്ചിട്ട് പൊട്ടക്കിണറുകളും വെള്ളമില്ലാത്ത കിണറുകളും കുഴിച്ചിരിക്കുന്നു.
അവിടെ കർത്താവിൻ്റെ സ്നേഹം ഞാനൊന്ന് ഓർക്കുക. യെരമ്യാവ് 2:13 ആദ്യം തുടങ്ങുന്ന എൻ്റെ ജനം, അതാ ദൈവത്തിൻ്റെ ഉടമ്പടി. നോക്കിക്കേ, എന്തെല്ലാം ചെയ്തിട്ടും ഇന്നും കൈവിടാതെ ദൈവം പിടിച്ചോണ്ടല്ല ഇവിടെ വന്നിരുന്ന് നമുക്ക് സ്വോത്രം പറയാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവസന്നിധി വരുന്നുണ്ട്, ദൈവത്തിന് സ്വോത്രം പറഞ്ഞിട്ട് പറയാം, കർത്താവേ എൻ്റെ കയ്യിലിരിപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏലിയുടെ മക്കളെ തട്ടിയതിന് മുമ്പേ എന്നെ തട്ടാൻ എനിക്ക് എൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെ. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കാരണം ഇന്ന് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം പറഞ്ഞു എൻ്റെ ജനം, സീ ദാറ്റ് കവനന്റ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ഉടമ്പടിയുടെ വലിയ വിലയാണ്. നാം അതിന് വില കൊടുക്കുന്നില്ലെങ്കിലും ദൈവം ഭയങ്കര വില കൊടുക്കുന്നുണ്ട്. ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടിയുമായിട്ട് അവിടെ പറയുകയാണ്, എൻ്റെ ജനം 2 ദോഷം ചെയ്തിരിക്കും. ഒന്ന്, അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. ഒന്ന്, ദ റിജക്ഷൻ, ദൈവത്തെ റിജക്റ്റ് ചെയ്തു. 2, അവർ പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ദേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സംതിങ് വിത്ത് ഗാഡ്. ദൈവത്തിന് പകരം മറ്റെന്തിനെയോ വെച്ച് ദൈവമായി അവർ കാണുന്നു. എന്തുവാ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോട്ടെ, സമയമില്ലാത്തതുകൊണ്ട്. അവരുടെ അകത്തുള്ള സോഴ്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവജലത്തിൻ്റെ ഉറവ, ജീവൻ കൊടുക്കുന്ന വെള്ളം വരണ്ട ഉറവ അവരിൽ ഇല്ല, നഷ്ടപ്പെട്ടു പോയി. ഇപ്പം എന്താണ്? വെള്ളമില്ലാത്ത കിണറ, എന്ന് വെച്ചാൽ ജീവനില്ല. ഇത് അന്നത്തെ ഇസ്രായേലിനെ കുറിച്ചാണ് വിളിച്ചു പറഞ്ഞെങ്കിലും ദൈവദാസന്മാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ഫോൺ നമ്പർ കൊടുത്തോ. മിക്ക എണ്ണവും ഇന്ന് പൊട്ടക്കിണറാണ്. സ്വത്രം, മിക്ക എണ്ണവും എന്തുവാ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്, എനിക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. the things that cannot hold water, എന്ന് വെച്ചാൽ അവർ വെള്ളം ഒഴിച്ചു ഈ കിണറ്റിലോട്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് നിൽക്കുന്നില്ല, നിലനിൽക്കുന്നില്ല, ലീക്കായി പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ദൈവത്തിന് പകരമായിട്ട് അവരുണ്ടാക്കിയത് തൽക്കാലം അവർക്ക് അനുഗ്രഹമായി തോന്നിയെങ്കിലും തൽക്കാലം ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നി. ഈ പ്രാവശ്യം നാട്ടിൽ ഞാൻ വന്നപ്പോൾ ഭയങ്കര ഉണക്കായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോഴും ചൂടാണല്ലോ, കഴിഞ്ഞ ആഴ്ച ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ വന്നുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഭിത്തിയിലും മതിലും എല്ലാം ഇച്ചിരി പായലൊക്കെ ഇരിക്കുന്നത് കണ്ട് ഞാൻ 2 പേരെ വിളിച്ച് പ്രഷർ വാഷർ വെച്ച് ഞാൻ പറഞ്ഞു അടിച്ചോളം പറഞ്ഞു. 2 എണ്ണം എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മോട്ടർ വർക്ക് ചെയ്യുന്നില്ല, കിണറ്റിൽ ചെന്ന് നോക്കിയപ്പം വെള്ളം തീർന്നു പോയി. സ്തോത്രം. പിന്നെ ഞാൻ എന്തോ ചെയ്തു, 2000 ലിറ്റർ വെള്ളം 1000 രൂപയ്ക്ക് വെച്ച് 6000 ലിറ്റർ വെള്ളം ഞാൻ ടാങ്കർ ഇറക്കി വീട് കഴുകി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും ഇങ്ങനെ വെള്ളം ഇറക്കുക, 2000 ലിറ്റർ 3000 ലിറ്റർ 14, 7, 21, 40 ദിവസങ്ങൾ വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ 40 കഴിയുന്നുണ്ടെങ്കിൽ എല്ലാം ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? സ്വത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മൾ പൊട്ടക്കിണറുകളാകാതെ നമ്മുടെ അകത്ത് ആരും പറയാതെ തനിയെ ജീവൻ തരുന്ന ജീവൻ്റെ സ്രോതസ് ഉണ്ടായിരിക്കണം. ദ സോഴ്സ് ഓഫ് ലൈഫ്. ആ ദൈവത്തിൻ്റെ വചനമാ, ആ ദൈവത്തിൻ്റെ നദിയാ, ആ ദൈവത്തിൻ്റെ ആത്മാവാ. അവിടെ പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, അവർ ജീവൻ്റെ സോഴ്സിനെ ഇല്ലാതാക്കി. ഇതെവിടാ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് അറിയാമോ? ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് അങ്ങോട്ട് വന്ന് സീനായി വന്ന് മോശ മേളിലോട്ട് കയറിപ്പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മോശയെ കാണുന്നില്ല. മോശ അവിടെ വലിയ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ശക്തമായിട്ട് 40 ഉപവാസവും പ്രാർത്ഥനയും ദൈവകൃപയെ അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരുന്നപ്പം കൂട്ടത്തിൽ വന്നവർ പറഞ്ഞു, അച്ചാൻ പോയടാ, പുള്ളിക്കാരൻ ഏതോ റിവൈവലുമായിട്ട് അങ്ങ് പോയി, പുള്ളി ഇനി തിരിച്ചു വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇത് നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും പുള്ളിയുടെ മോൻ ഈ സഭ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, പുതിയൊരു പാസ്റ്ററെ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞു തരിക, പുതിയൊരു പാസ്റ്ററെ ആക്കാം എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു കാളക്കിടാവിനെ ഉണ്ടാക്കി സ്വർണം കൊണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പറഞ്ഞു, കൈകൾ ഉയർത്തി കരങ്ങൾ അടിച്ചു പറഞ്ഞ്, ഇസ്രായേലേ, ഇത് നിന്റെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന് നിന്റെ ദൈവമായ യഹോവയാകുന്നു. ആരെ നോക്കിയിട്ടാ പറഞ്ഞത്? കാളയെ നോക്കി. നോക്കിക്കേ, ജീവനുണ്ടോ, ചലനമുണ്ടോ, ചലിക്കുന്നുണ്ടോ? ജീവൻ്റെ സ്രോതസ് നൽകുന്ന, ജീവൻ്റെ സോഴ്സായിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ ജനം അതിനെ വെട്ടിക്കളഞ്ഞിട്ട് ജീവനില്ലാത്ത പൊട്ടക്കിണർ പോലെ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ദൈവമെന്ന് വിളിക്കുമ്പോൾ, ഇന്നു പകൽ ഞാനും നിങ്ങളും ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുമ്പോൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് എന്നിൽ വ്യാപരിക്കുന്നത് ജീവൻ പുറപ്പെടുവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണെന്നുള്ളത്? ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടത്, നമ്മിൽ ഉള്ള പൊട്ടക്കിണറുകളെ മാറ്റി, നമ്മിലുള്ള ആത്മാവിൻ്റെ ചലനമില്ലാത്ത വിഷയങ്ങളെ മാറ്റി,
ആത്മാവിൻ്റെ ഒഴുക്കില്ലാത്ത കാര്യങ്ങളെ മാറ്റി, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ മാറ്റി, അങ്ങനെയുള്ള പ്രസംഗങ്ങൾ മാറ്റി, അങ്ങനെയുള്ള കൂട്ടായ്മകൾ മാറ്റി ഈ ദിവസങ്ങൾ ആത്മാർത്ഥമായൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ നദി ഒഴുകുവാനിടയാകണം, എൻ്റെ പാട്ടിൽ ആത്മാവിൻ്റെ നദി ഒഴുകണം, എൻ്റെ പ്രസംഗത്തിൽ ആത്മാവിൻ്റെ നദി ഒഴുകണം, എൻ്റെ സഭയ്ക്കകത്ത് അത് ചലിക്കുവാനിടയാകണം, എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത്, എൻ്റെ തലമുറകളിൽ ഈ നദി ഒഴുകണം. എന്നിലുള്ള ആത്മീയ മന്ദത മാറണമെങ്കിൽ ഈ ആത്മാവിൻ്റെ ഫലം വെളിപ്പെടുവാനിടയായി തീരണം. ഇന്ന് രാവിലെ രാത്രിയിൽ കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ ആത്മാവിൻ്റെ ശക്തിയെ ഒന്നും കൂടെ അയക്കണമേ. ഞങ്ങളിൽ കെട്ടിക്കിടക്കുന്നതായ ജലത്തെ, അതിൻ്റെ ഉറവകളെ ഒന്നും കൂടെ തുറന്നിട്ട് ആ കെട്ടിക്കിടക്കുന്ന ഈ അനുഭവങ്ങളെ മാറ്റി ഞങ്ങളിൽ നിന്നും ഒഴുകത്തക്ക രീതിയിൽ ഞങ്ങളിൽ അടിഞ്ഞു കിടക്കുന്ന മലിനതകൾ മാറി ഞങ്ങളിലൊരു ശുദ്ധീകരണം സംഭവിക്കേണ്ടതിന് ആത്മാവിൻ്റെ നദി ഞങ്ങളിലൊന്ന് ഒഴുക്കണമെന്ന് ഇന്ന് രാത്രികാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഞാൻ പറഞ്ഞല്ലോ, ഈ വചനം നിങ്ങൾ കേട്ട് ഇവിടെ ഇത് വെച്ചിട്ട് സൂം ഓഫ് ചെയ്തിട്ട് കട്ടിലയിലോട്ട് കയറിയിട്ട് റീൽസും നോക്കിക്കൊണ്ട് കിടന്ന് മൊബൈൽ മോന്തയ്ക്കോട്ട് വീഴുന്നുണ്ടേ കണ്ണും അടച്ച് മൊബൈൽ മാറ്റിയിട്ട് കയറി കിടന്ന് ഉറങ്ങരുത്. ദയവേത് ഈ പ്രസംഗം ഒന്നും കൂടെ ധ്യാനിക്കുക, ഒന്നും കൂടി ഈ വചനത്തിലൂടെ കടന്നു പോകും. നമ്മിൽ സംഭവിക്കേണ്ടത് എ ട്രാൻസ്ഫോർമേഷൻ ഹാസ് ടു ടേക്ക് പ്ലേസ്. നമ്മിൽ രൂപാന്തരം സംഭവിക്കണം. ഇന്ന് പകൽ ഈ പ്രകാരം ഒരു അവസരം നൽകി തന്ന കർത്താവിൻ്റെ ദാസിയോട് കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. ക്ഷമയോടെ ഒത്തിരി പേര് സൂമിൻ്റെ നോക്കിക്കേ, ക്യാമറയൊക്കെ ഓണായിട്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഞാൻ കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും കർത്താവ് അനുവദിച്ചാൽ വീണ്ടും നമുക്ക് കാണാം. അതല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കിൽ ഒരുമിച്ച് നിത്യതയിൽ കാണേണ്ടതിന് ഒരുക്കപ്പെടാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.